عليكم السلام ورحمة الله وبركاته. നമുക്ക് ക്ലാസ് ആരംഭിക്കാം. ബാക്കിയുള്ളവരൊക്കെ എങ്ങനെയാണ് ജോയിൻ ചെയ്തോ. 86 ആയത്ത് മുതലാണ് നമുക്ക് വിവരിക്കാനുള്ള. 86 മുതൽ 100 വരെ 15 ആയത്തുകൾ. أعوذ بالله من الشيطان الرجيم. كيف يهدي الله قوما كفروا بعد إيمانهم وشهدوا أن الرسول حق وجاءهم البينات والله لا يهدي القوم الظالمين. أولئك جزاؤهم أن عليهم لعنة الله والملائكة والناس أجمعين خالدين فيها لا يخفف عنهم العذاب ولا هم ينظرون إلا الذين تابوا من بعد ذلك وأصلحوا فإن الله غفور رحيم. إن الذين كفروا بعد إيمانهم ثم ازدادوا كفرا لن تقبل توبتهم وأولئك هم الضالون. إن الذين كفروا وماتوا وهم كفار فلن يقبل من أحدهم ملء الأرض ذهبا ولو افتدى به أولئك لهم عذاب أليم وما لهم من ناصرين. صدق الله العلي العظيم. നാം ഈ സൂറത്ത് ആൽ ഇമ്രാൻ ആദ്യത്തെ ഒരു 10-25 ആയത്തുകൾക്ക് ശേഷം അഹ്ലു കിതാബിനെ കുറിച്ചാണ് വിവരിച്ച് വന്നത്. അതിൻ്റെ തുടർച്ച തന്നെയാണ് ഇന്നും നമുക്ക് വിവരിക്കാനുള്ള ആയത്തുകളിൽ പ്രതിപാദിക്കുന്നത്. അവസാനത്തെ ആയത്തിൽ നാം പഠിച്ചത് വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ, ആരെങ്കിലും ആദം നബി അലൈഹിസ്സലാം മുതൽ എല്ലാ പ്രവാചകന്മാരും കൊണ്ടുവന്ന ദീനുൽ ഇസ്ലാം അല്ലാത്ത ഏതെങ്കിലും ഒരു മാർഗം തങ്ങളുടെ ജീവിത മാർഗമായി സ്വീകരിച്ചാൽ ഫലൻ യുഖ്ബല മിൻഹു, അവരിൽ നിന്ന് അത് സ്വീകരിക്കപ്പെടുകയില്ല. വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ, പാരത്രിക ലോകത്ത് അവർ നഷ്ടകാരികളിൽപ്പെട്ടവരായിരിക്കും എന്നാണ് അവസാനമായി നാം വിവരിച്ച ആയത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി കൈഫ യഹ്ദില്ലാഹു ഖൗമൻ കഫറു ബഅദ ഈമാനിഹിം, എങ്ങനെയാണ് ഈ ഈമാൻ കൈക്കൊണ്ട ശേഷം, ഒരു സത്യവിശ്വാസിയായി കഴിഞ്ഞ ശേഷം പിന്നീട് അവർ വീണ്ടും കുഫ്രിലേക്ക് തന്നെ, നിഷേധത്തിലേക്കും അവിശ്വാസത്തിലേക്കും തന്നെ തിരിച്ചു പോയവരായ ആളുകൾ, വശഹിദു അന്ന റസൂല ഹഖുൻ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യവാനാണ്, അദ്ദേഹം യഥാർത്ഥത്തിൽ തന്നെ അല്ലാഹു തആല നിയോഗിച്ച ദൂതനാണ് എന്ന് സാക്ഷ്യം വഹിച്ച ശേഷം, ബോധ്യം വന്ന ശേഷം പിന്നെയും കുഫ്രിലേക്ക് പോയവരെ എങ്ങനെയാണ് അല്ലാഹു തആല ഹിദായത്തിലേക്ക് നയിക്കുക? വജാഅഹുൽ ബയ്യിനാത്ത്, വെറും കൈയോടുകൂടിയല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ടുള്ളത്, മറിച്ച് വ്യക്തമായി
അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്ന് ബോധ്യം വരത്തക്ക ദൃഷ്ടാന്തങ്ങളുമായാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ടുള്ളത്. അതിൽ ഒന്നാമത്തേത് ഈ പരിശുദ്ധ ഖുർആൻ തന്നെയാകുന്നു. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. അങ്ങനെയുള്ള ആളുകളെ അല്ലാഹു തആല ഹിദായത്തിലേക്ക് നയിക്കുകയില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ സന്മാർഗ സന്ദേശം വന്നു കഴിഞ്ഞു. പ്രവാചകനെ കുറിച്ച് അദ്ദേഹം സത്യസന്ധനാണ്, സത്യവാനാണ്, ഒരിക്കലും കളവ് പറയുകയില്ല, അദ്ദേഹം അല്ലാഹു തആല നിയോഗിച്ച പ്രവാചകനാണ് എന്നെല്ലാം ബോധ്യം വന്ന ശേഷം വീണ്ടും കുഫ്രിലേക്ക് തിരിച്ചു പോയവർ, അത് സ്വീകരിക്കാൻ കൂട്ടാക്കാത്തവർ, അവരെ എങ്ങനെയാണ് അല്ലാഹു തആല ഹിദായത്തിലേക്ക് നയിക്കുക? ഉലൈക ജസാഉഹും അന്ന അലൈഹിം ലഅനത്തുല്ലാഹ്. അവരുടെ പ്രതിഫലം എന്തെന്നാൽ അവർക്ക് അള്ളാഹുവിൻ്റെ ശാപമുണ്ട്. മാത്രമല്ല വൽ മലായിക, മലക്കുകളുടെ ശാപവും അവർക്കുണ്ട്. വന്നാസി അജ്മഈൻ, എല്ലാ മനുഷ്യരുടെയും ശാപം അവർക്ക് ഉണ്ടായിരിക്കും. ഖാലിദീന ഫീഹാ, അവർ ആ ശാപവുമായി ശാശ്വതമായി ശിക്ഷാർഹരായിത്തീരും. ലാ യുഖഫഫു അൻഹുമുൽ അദാബ്, അവർക്കൊരിക്കലും ശിക്ഷയിൽ ഇളവ് ലഭിക്കുകയില്ല. വലാഹും യുൻളറൂൻ, അവർക്ക് അള്ളാഹുവിൻ്റെ കടാക്ഷം, അള്ളാഹുവിൻ്റെ തിരുനോട്ടം അവർക്ക് ലഭിക്കുകയുമില്ല. ഇല്ലല്ലദീന താബു മിൻ ബഅദി ദാലിക്, എന്നാൽ ഈ സത്യനിഷേധം അനുവർത്തിച്ച ശേഷം പിന്നീട് പശ്ചാത്തപിച്ചവർ ഒഴികെ. വഅസ്ലഹു, പശ്ചാത്തപിക്കുന്നതോടൊപ്പം അവരുടെ ജീവിതം നന്നാക്കി തീർക്കുകയും ചെയ്തവർ ഒഴികെ. ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം, അങ്ങനെയുള്ളവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പാപങ്ങളും പൊറുക്കുകയും അവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കാരുണ്യം കാണിക്കുകയും ചെയ്യും. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഒരു ഹദീസിൽ ജാഅ അൽ ഹാരിസ് ഇബ്നു സുവൈദ്, ഹാരിസ് ഇബ്നു സുവൈദ് എന്ന് പറയുന്ന ഒരാൾ, ഒരു അൻസാരി, മദീനക്കാരനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് ഇസ്ലാം സ്വീകരിച്ചു. എന്നിട്ട് സുമ്മ കഫർ, പിന്നീട് അദ്ദേഹം കാഫിറായി ആ വഴികേടിലേക്ക് തന്നെ, ഷിർക്കിലേക്ക് തന്നെ അദ്ദേഹം തിരിച്ചുപോയി. ഫറജഅ ഇലാ ഖൗമിഹി, അങ്ങനെ അയാളുടെ വിഷയത്തിൽ, അതുപോലെ മുർത്തദ്ദുകളായവരുടെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തുകൾ അവതരിപ്പിച്ചു. അപ്പോൾ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ചുകൊണ്ട്, സഹാബികൾ മുഖേന സമീപിച്ചുകൊണ്ട് ഈ നേർമാർഗത്തിലേക്ക് തിരിച്ചു വരാനും അങ്ങനെ തൗബ ചെയ്യാനുമുള്ള സന്നദ്ധത അറിയിച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇല്ലല്ലദീന താബൂ മിൻ ബഅദി ദാലിക വഅസ്ലഹു ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം, പിന്നീട് പശ്ചാത്തപിക്കുകയും അങ്ങനെ ജീവിതം നന്നാക്കുകയും ചെയ്തവർക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കും എന്ന ഈ ആയത്ത് അവതരിക്കുകയും അദ്ദേഹം വീണ്ടും ഇസ്ലാമിലേക്ക് തിരിച്ചു വരികയും അങ്ങനെ ജീവിതം നന്നാക്കിക്കൊണ്ട് യഥാർത്ഥ മുസ്ലിമായി ലോകത്തോട് വിട പറയുകയും ചെയ്തു. ഇമാം ഇബ്നു കസീർ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ഈ സംഭവം ഉദ്ധരിച്ചതായി കാണാം. എന്നാൽ ഇന്നല്ലദീന കഫറു ബഅദ ഈമാനിഹിം, ഈമാൻ കൈക്കൊണ്ട ശേഷം മുർത്തദ്ദാവുകയും സുമ്മസ്ദാദു കുഫ്റൻ, പിന്നീട് അവരുടെ ജീവിതത്തിൽ ആ കുഫ്രിൽ തന്നെ അവർ നിലകൊള്ളുകയും ലൻ തുഖ്ബല തൗബത്തുഹും, അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു തആല അവരുടെ പശ്ചാത്താപം സ്വീകരിക്കുകയില്ല. ഉലൈക ഹുമുദ് ദ്വാല്ലൂൻ, അവരാകുന്നു വഴികേടിലായവർ, വഴി പിഴച്ചവർ. ഇന്നല്ലദീന കഫറു വമാതു വഹും കുഫാർ,
സത്യനിഷേധം കൈക്കൊള്ളുകയും അങ്ങനെ സത്യനിഷേധികളായിക്കൊണ്ട് തന്നെ മരിച്ചു പോവുകയും ചെയ്തവർ അങ്ങനെയുള്ളവരിൽ നിന്ന് പാരത്രിക ലോകത്തെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഈ ഭൂലോകത്തുള്ള സ്വർണമത്രയും അവർ കഫാറത്തായിക്കൊണ്ട് പ്രായശ്ചിത്തമായി നൽകുകയാണെങ്കിലും അത് അവരിൽ നിന്ന് സ്വീകരിക്കുകയില്ല. ഉലൈക ലഹും അദാബുൻ അലീം, അവർക്ക് വേദനാജനകമായ ശിക്ഷയാണുള്ളത്. വമാ ലഹും മിൻ നാസിരീൻ, അവർക്കൊരിക്കലും ഒരു സഹായികളും നാളെ പാരത്രിക ലോകത്ത് ഉണ്ടാവുകയില്ല. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഒരു ഹദീസിൽ നാളെ നരകത്തിൽ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളോട് ചോദിക്കപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്താണ് ചോദിക്കുക? അറഅയ്ത ലൗ കാന ലക മാ അലൽ അർദി മിൻ ഷൈഇൻ അകുൻത മുഫ്തദിയൻ ബിഹി, ഈ ഭൂലോകത്തുള്ള സർവസമ്പത്തും അവിടെയുള്ള സ്വർണവും വെള്ളിയുമെല്ലാം നിനക്ക് സ്വന്തമാണ്, നിന്റെ ഉടമസ്ഥതയിലുള്ളതാണെങ്കിൽ ഈ നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ നീ അത് ഒരു പാപപരിഹാരമായി നൽകാൻ സന്നദ്ധമാകുമോ? അദ്ദേഹത്തിന്റെ മറുപടി ഞാൻ, അതെ, ഈ ഭൂലോകത്തുള്ള സർവസ്വവും ഈ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ ഒരു കഫാറത്തായിക്കൊണ്ട്, ഒരു ദണ്ഡമായിക്കൊണ്ട് നൽകാൻ തയ്യാറാകും. ഫയഖൂൽ, അപ്പോൾ അവനോട് പ്രത്യുത്തരം ചെയ്യപ്പെടും, ഖദ് അറദ്തു മിൻക അഹ്വന മിൻ ദാലിക്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അവനോട് സംസാരിക്കുന്നത്. അതിനേക്കാൾ വളരെ ലഘുവായ ലളിതമായ ഒരു കാര്യമായിരുന്നു നിന്നിൽ നിന്ന് ഞാൻ ആവശ്യപ്പെട്ടിരുന്നത്. എന്താണത്? ഖദ് അഖദ്തു അലൈക ഫീ ളഹരി അബീക ആദം, അത് നിന്നോടും നിന്റെ പൂർവ്വപിതാവായ ആദം നബി അലൈഹിസ്സലാമിനോടും മൊത്തം മനുഷ്യ സമൂഹത്തോടും ഞാൻ കരാർ ചെയ്തിരുന്ന ഒരു കാര്യമാണ്. അതെന്താണ്? അല്ലാ തുശ്രിക ബി ഷൈആ, എന്നിൽ യാതൊന്നിനെയും പങ്കു ചേർക്കുകയില്ലെന്നും ഏകനായ നിങ്ങളെ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന എനിക്ക് ഇബാദത്ത് ചെയ്യുമെന്നും നിങ്ങളോട് ഞാൻ കരാർ വാങ്ങിയിരുന്നു. മൊത്തം മനുഷ്യ സമൂഹം അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിക്കാൻ ബാധ്യസ്ഥരായിരുന്നു. അങ്ങനെ നാം കരാർ ചെയ്തിട്ടുള്ളതായിരുന്നു. ഫഅബൈത ഇല്ലാ അൻ തുശ്രിക്, പക്ഷേ ആ കരാറുകളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് പ്രവാചകന്മാരുടെ സന്ദേശങ്ങൾ, വേദഗ്രന്ഥങ്ങൾ എല്ലാം പുറകേക്ക് തട്ടി മാറ്റിക്കൊണ്ട് നീ മുശ്രിക്കായിക്കൊണ്ട് ജീവിച്ചു. അതിനാൽ നിന്നിൽ നിന്ന് ഈ ഭൂലോകത്തുള്ളതെല്ലാം ഫിദിയയായിക്കൊണ്ട്, ദണ്ഡമായി സ്വീകരിച്ചുകൊണ്ട് നിന്നെ ഈ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പോകുന്നില്ല എന്ന് ഈ നരകവാസിയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമെന്നാണ് ഈ ഹദീസിൽ വിവരിച്ചിട്ടുള്ളത്. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, പല സന്ദർഭങ്ങളിൽ പല ക്ലാസ്സുകളിലായി നാം വിവരിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരായത്താകുന്നു സൂറത്ത് ആൽ ഇംറാനിലെ 92-ാമത്തെ ആയത്ത്. എന്താണത്? ലൻ തനാലുൽ ബിർ, നിങ്ങൾക്കൊരിക്കലും പുണ്യം പ്രാപിക്കാൻ സാധ്യമല്ല. ഇവിടെ ബിർ എന്നതിന് മുഫസ്സിരീങ്ങൾ അൽ ജന്ന, സ്വർഗം എന്ന് അർത്ഥം നൽകിയിട്ടുണ്ട്. അഥവാ നിങ്ങൾക്ക് സ്വർഗം പ്രാപിക്കാൻ സാധിക്കുകയില്ല, സ്വർഗം നിങ്ങൾക്ക് ലഭിക്കുകയില്ല. ഏതുവരെ? ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിങ്ങൾ ചിലവഴിക്കുന്നത് വരെ. ചുളുവിൽ നേടാൻ സാധിക്കുന്നതല്ല അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സ്വർഗം. സ്വർഗം എന്നാൽ ഏറ്റവും വില പിടിപ്പുള്ളതാകുന്നു, ഏറ്റവും വാല്യബിൾ ആകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സ്വർഗത്തിൽ
ഒരു ചമ്മട്ടി വെക്കാനുള്ള സ്ഥലം. ചമ്മട്ടി എന്ന് പറയുമ്പോൾ ഒരു പണി ആയുധമാണ്. നാം കൈക്കോട്ട്, തൂമ്പ എന്നെല്ലാം പറയുകയില്ലേ, അതുപോലെയുള്ള ഒരു പണി ആയുധം, അത് വെക്കാനുള്ള സ്ഥലം സ്വർഗത്തിലെ, അത് ഈ ദുനിയാവും അതിലുള്ള സർവസ്വത്തെക്കാളും വാല്യബിൾ ആകുന്നു. നമുക്കറിയാമല്ലോ, നാം ജീവിക്കുന്ന ഈ ലോകത്ത് തന്നെ ഭൂമി വില കൊടുത്തു വാങ്ങുന്നതാണ്. പക്ഷെ എല്ലാ ഭൂമിയുടെയും വില ഒന്നാണോ? അല്ല, പലതിൻ്റെതും പലതാണ്. 10,000 രൂപക്ക് ഒരു സെന്റ് കിട്ടുന്നതുണ്ട്, 10 ലക്ഷം കൊടുത്താലും കിട്ടാത്തതുണ്ട്. അപ്പോൾ ഈ ഭൂലോകത്തുള്ള വസ്തുക്കൾ തന്നെയും ചിലതിനേക്കാൾ വാല്യബിൾ ആണ്. അതിൻ്റെ ലൊക്കേഷൻ മാറുന്നതിനനുസരിച്ച്, അത് സ്ഥിതി ചെയ്യുന്ന സ്ഥാനത്തിനനുസരിച്ച് അതിൻ്റെ വിലയിൽ, മൂല്യത്തിൽ മാറ്റം വരും. എന്നാൽ സ്വർഗത്തിൽ ഒരു ചമ്മട്ടി വെക്കാനുള്ള സ്ഥലം ഈ ഭൂലോകത്തുള്ളത് സർവവും നൽകിയാലും അതിന് തുല്യമായ വില ആകുകയില്ല. അത്രയും വില പിടിപ്പുള്ളതാണ്. അത് ചുളുവിൽ ലഭിക്കുക സാധ്യമല്ല. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ഏറ്റവും വിലപ്പെട്ടത് ചിലവഴിക്കുന്നത് വരെ നിങ്ങൾക്ക് സ്വർഗം പ്രാപിക്കാൻ സാധിക്കുകയില്ല, പുണ്യം കരസ്ഥമാക്കാൻ സാധിക്കുകയില്ല. വമാ തുൻഫിഖൂ മിൻ ഷൈഇൻ, നിങ്ങൾ എന്തൊന്ന് ചിലവഴിക്കുകയാണെങ്കിലും ഫഇന്നല്ലാഹ ബിഹി അലീം, അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സൂക്ഷ്മമായി അറിയുന്നു. അപ്പോൾ നാം നൽകുന്നത് നമുക്ക് എത്രത്തോളം പ്രിയപ്പെട്ടതാണ്, എത്രത്തോളം വാല്യബിൾ ആണ്, എത്രത്തോളം പ്രതിഫലത്തിന് അർഹമാണ്, എന്തൊരു നിയ്യത്തോടു കൂടിയാണ് ഈ നൽകുന്നത്, ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നു. ഈ അറിവിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലാഹു തആല സ്വീകരിക്കുകയും അതിന് പ്രതിഫലം നൽകുകയും ചെയ്യുക. ഇനി ഈ നൽകുന്നത് തന്നെ അത് എങ്ങനെയായിരിക്കണം? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിൽ പറഞ്ഞു, വആതൽ മാല അലാ ഹുബ്ബിഹി, അങ്ങേറ്റത്തെ ഹുബ്ബോടുകൂടി അവർ ധനം നൽകുന്നവരാകുന്നു, ചെലവഴിക്കുന്നവരാകുന്നു. വആതൽ മാല അലാ ഹുബ്ബിഹി ദവിൽ ഖുർബ വൽ യതാമ വൽ മസാകീൻ, അടുത്ത ബന്ധുക്കൾക്ക്, അതുപോലെ തന്നെ അനാഥർക്ക്, അഗതികൾക്ക്, അവർക്കെല്ലാം വേണ്ടി അവർ ധനം ചെലവഴിക്കുന്നവരാണ്. എങ്ങനെ? അലാ ഹുബ്ബിഹി, ഹുബ്ബോടുകൂടി. ഇത് തന്നെ സൂറത്തുൽ ഇൻസാനിൽ അല്ലാഹു തആല പറഞ്ഞു, വയുത്ഇമൂന അത്ത്വാമ അലാ ഹുബ്ബിഹി, അവർ അങ്ങേറ്റത്തെ ഹുബ്ബോടുകൂടി ആഹാരം നൽകുന്നവരാണ്, അവർ ഊട്ടുന്നവരാണ്. വയുത്ഇമൂന അത്ത്വാമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറ, അഗതികൾക്ക്, അനാഥർക്ക്, ബന്ധനസ്ഥർക്ക്, അവർക്കെല്ലാം അങ്ങേറ്റത്തെ ഹുബ്ബോടുകൂടി അവർ ആഹാരം നൽകുന്നവരാണ്. സൂറത്തുൽ ബഖറയിൽ പറഞ്ഞത് വആതൽ മാല അലാ ഹുബ്ബിഹി, അവരുടെ ധനം നൽകുന്നവരാണ് എന്നാണ്. എന്താണ് ഈ ഹുബ്ബ്? എങ്ങനെയാണ് ഹുബ്ബ്? ആരോടാണ് ഹുബ്ബ്? നാം മുമ്പ് പല ക്ലാസ്സുകളിലും വിവരിച്ചിട്ടുള്ളതാണ്. ഒന്ന് സൂചിപ്പിക്കുക മാത്രം ചെയ്യണം. ഒന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ഹുബ്ബ്. അല്ലാഹു തആലയാണ് ഈ പാവങ്ങൾക്ക് ആഹാരം നൽകാനും അവരെ സഹായിക്കാനും കുടുംബ ബന്ധം ചേർക്കാനുമൊക്കെ ചെലവഴിക്കാൻ കൽപ്പിച്ചിട്ടുള്ളത്. ആ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഹുബ്ബോട്, അല്ലാഹുവിനോടുള്ള ഹുബ്ബോട് കൂടി, അല്ലാഹു ആണ് എനിക്ക് ഈ ധനം നൽകിയത്, ആ അല്ലാഹു ആണ് എന്നോട് കൽപ്പിച്ചത്, ആ അല്ലാഹുവിനോടുള്ള ഹുബ്ബിന്റെ പേരിൽ ചെലവഴിക്കുക. രണ്ടാമത്തേത്, ആർക്കാണോ നൽകുന്നത് ആ നൽകുന്നവരോടുള്ള അങ്ങേയറ്റത്തെ ഹുബ്ബോടുകൂടി, പ്രിയത്തോടുകൂടി. കേറി വന്നിരിക്കുന്നു, കുടുംബമല്ലേ, പെങ്ങളല്ലേ, അല്ലെങ്കിൽ എളാപ്പ മൂത്താപ്പമാരുടെ മക്കളല്ലേ, എങ്ങനെയാണൊന്ന് സൽക്കരിക്കാതിരിക്കുക? വല്ലതും കൊടുക്കാതെ വിട്ടാൽ അവരെന്ത് കരുതും? എന്നാ പിന്നെ ഉണ്ടാക്കി കളയാം ഒരു സദ്യ, ഒരു ചായയും കടിയും. അല്ല, ഈ വന്നവരോട് അങ്ങേറ്റത്തെ പ്രിയത്തോടുകൂടി, സ്നേഹത്തോടുകൂടി. ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും,
സൽക്കരിക്കണമെങ്കിൽ, അതിഥികളെ സൽക്കരിക്കണമെങ്കിൽ, കുടുംബ ബന്ധം ചേർക്കണമെങ്കിൽ കഷ്ടപ്പെടേണ്ടി വരും, അധ്വാനിക്കേണ്ടി വരും. പ്രത്യേകിച്ച് പുരുഷന്മാർ കാശ് ചെലവാക്കിയാൽ മതിയാകും. അധ്വാന പരിശ്രമങ്ങള്, അടുക്കള പണി എടുക്കേണ്ടത്, വിഭവങ്ങൾ തയ്യാറാക്കേണ്ടത് പെണ്ണുങ്ങളായിരിക്കും. ആണുങ്ങൾ ഒരു പക്ഷേ സന്നദ്ധരായിരിക്കും, പക്ഷെ പെണ്ണുങ്ങൾ വിമുഖത കാണിക്കുന്ന അനുഭവങ്ങളുണ്ട്. നേരെ മറിച്ച് പെണ്ണുങ്ങൾ തയ്യാറായിരിക്കും അതിഥികളെ സൽക്കരിക്കാൻ, പക്ഷെ കാശ് ചെലവഴിക്കാൻ ഭർത്താക്കന്മാർ, കുടുംബനാഥന്മാർ തയ്യാറായിരിക്കുകയില്ല, പറ്റില്ല. ഹുബ്ബോടുകൂടി ഈ അതിഥികളെ സൽക്കരിക്കാൻ സാധിക്കണം, ആ ഗതികൾക്ക് ആഹാരം നൽകാൻ സാധിക്കണം. അങ്ങനെ ആർക്ക് വേണ്ടിയാണോ ചെലവഴിക്കുന്നത് അവരോടുള്ള ഹുബിന്റെ പേരിൽ ചെലവഴിക്കുന്നവരായിരിക്കും. അവർക്ക് മാത്രമേ സ്വർഗം പ്രാപിക്കാൻ സാധിക്കൂ. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് നിങ്ങൾ ചെലവഴിക്കുന്നത് വരെ സ്വർഗം പ്രാപിക്കാൻ സാധിക്കുകയില്ല. ഇനി മൂന്നാമത്തേത്, നിങ്ങൾ നൽകുന്ന ഈ ധനം, നിങ്ങൾ നൽകുന്ന ഈ ആഹാരം, ഇതിനോട് നിങ്ങൾക്ക് അങ്ങേയറ്റത്തെ ആഗ്രഹമുണ്ട്, ആർത്തിയുണ്ട്, നിങ്ങൾക്ക് പ്രിയപ്പെട്ടതാണ്. അത്തരം സന്ദർഭത്തിൽ ചെലവഴിക്കണം. ഇത് തന്നെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏറ്റവും പുണ്യമുള്ള ദാനം ഏതെന്നാണെന്ന് വെച്ചാൽ നീ നിന്റെ നല്ല ആരോഗ്യസ്ഥിതിയിൽ ചെലവഴിക്കുക. നിനക്ക് ധനം ആവശ്യമുള്ളതും നീ ദാരിദ്ര്യത്തെ ഭയപ്പെടുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ ചെലവഴിക്കുക. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ചെലവഴിക്കണം. നീ ജീവിച്ച അവസാനം അവശവാർദ്ധക്യത്തിലെത്തി, നിനക്ക് ഇനി കാശ് കൊണ്ടും പണം കൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. നിനക്ക് കൊളസ്ട്രോള്, നിനക്ക് പ്രമേഹം, നിനക്ക് പ്രഷർ, നിനക്ക് ഷുഗർ, ഇങ്ങനെ 100 കൂട്ടം രോഗത്തിന്റെ പിടിയിലകപ്പെട്ടു. സ്വാദിഷ്ടമായ ആഹാരങ്ങളൊന്നും തിന്നാൻ കഴിയില്ല. അത്തരം ഘട്ടത്തിലല്ല, നിനക്കിനി ഇവിടെ ജീവിക്കാൻ വിഭവങ്ങൾ ആവശ്യമില്ല, ആ ഘട്ടത്തിലല്ല നീ ചെലവഴിക്കേണ്ടത്. അവർക്ക് അത്ര കൊടുക്കുക, ഇവർക്ക് ഇത്ര കൊടുക്കുക എന്ന് മരണശയ്യയിൽ കിടന്ന് പറഞ്ഞാൽ പറ്റൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് അവർക്ക് ആയിക്കഴിഞ്ഞിരിക്കുന്നു, അതിന് വേറെ അവകാശികൾ അല്ലാഹു തആല നിശ്ചയിച്ചു കഴിഞ്ഞിരിക്കുന്നു. നീ കണ്ണടക്കുന്നതോടുകൂടി ആ അവകാശികളിലേക്ക് ഇത് മാറും, ഇത് നീങ്ങും. ആ സന്ദർഭത്തിലല്ല നീ കൊടുക്കേണ്ടത്. അപ്പോൾ ധനം ചിലവഴിക്കുമ്പോൾ നല്ല തിടുക്കവും ബുദ്ധിമുട്ടും, കാശ് എനിക്ക് ഭാവിയിൽ എൻ്റെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ പ്രയാസപ്പെടുമോ എന്നൊക്കെ ഭയം ഉള്ള ഘട്ടത്തിൽ വേണം ചെലവഴിക്കാൻ. എന്ന് വെച്ചാൽ കുടുംബത്തെ വഴിയാധാരമാക്കണമെന്നല്ല, അത് ചെയ്യാനും പാടുള്ളതല്ല. നാം മുമ്പ് പലപ്പോഴും പറഞ്ഞതാണ്, സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഹജ്ജത്തുൽ വദാഇൽ ഹജ്ജിന് പോയി. അങ്ങനെ അവിടുന്ന് അദ്ദേഹത്തിന് ഗുരുതരമായ രോഗം ബാധിച്ചു. ഹജ്ജ് വേളയിൽ ചെറുപ്പക്കാരനാണ്. നബി അഷ്റഫുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട പ്രസിദ്ധനായ സ്വഹാബിയാണ് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗം സന്ദർശിക്കാൻ വന്നു. നബിയോട് അദ്ദേഹം പറഞ്ഞു, നബിയെ, ഈ രോഗത്തോടുകൂടി ഞാൻ ലോകത്തോട് വിട പറയുമെന്നാണ് തോന്നുന്നത്. അത്രയും ഗുരുതരമായ രോഗമാണ് എന്നെ ബാധിച്ചിട്ടുള്ളത്. എനിക്കാവട്ടെ ധാരാളം സ്വത്തുണ്ട്, ഞാൻ സമ്പന്നനാണ്. ഒരു പെൺകുട്ടി മാത്രമേ എൻ്റെ അവകാശിയായിട്ടുള്ളൂ. അതുകൊണ്ട് എൻ്റെ ധനത്തിൻ്റെ 3/4 ഭാഗം ഞാൻ വഖഫ് ചെയ്യട്ടെയോ, ദാനം ചെയ്യട്ടെയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തപടി പറഞ്ഞില്ല, നോ. അപ്പോൾ പറഞ്ഞു, എന്നാൽ പകുതി ഞാൻ കൊടുക്കട്ടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല, നോ. പിന്നീട് അദ്ദേഹം ചോദിച്ചു, എന്നാൽ 1/3 1/3 ഞാൻ കൊടുക്കട്ടെയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, അത് ചെയ്യാം, പക്ഷെ അത് തന്നെ കൂടുതലാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ നിന്റെ അവകാശികളെ ജനങ്ങളെ ആശ്രയിക്കാൻ വിട്ടേച്ചു പോകുന്നതിനേക്കാൾ നല്ലത് അവരെ സ്വാശ്രയരായി, സ്വയം പര്യാപ്തരായി വിട്ടേച്ചു പോകുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ ഭാര്യാസന്താനങ്ങളെ വഴിയാധാരമാക്കുന്ന രൂപത്തിൽ നാം ദാനം ചെയ്യാൻ പാടില്ല. അങ്ങനെ ഇസ്ലാം കൽപ്പിച്ചിട്ടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിരിക്കുന്നു. ഒരാളുടെ സ്വത്തിന്റെ 1/3 മാത്രമേ വഖഫ് ചെയ്യാവൂ, അത് മാത്രമേ ദാനം ചെയ്യാവൂ. ബാക്കി അവകാശികൾക്ക് വേണ്ടി വിട്ടേച്ചു പോകണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്.
അപ്പോൾ നമുക്ക് ധനത്തോട് ആർത്തിയുള്ളതോടൊപ്പം തന്നെ അത് ചെലവഴിക്കണം, ചെലവഴിക്കേണ്ട വിധം ഹുബ്ബോടുകൂടി. എന്നാൽ മാത്രമേ പുണ്യം നേടാൻ സാധിക്കുകയുള്ളൂ. ഈ ആയത്ത് അവതരിച്ചപ്പോൾ പല സഹാബികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ചു. അതിൽ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിന്റെ കഥ പല പ്രാവശ്യം നാം കേട്ടതാണ്. അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ധനം മസ്ജിദുൻ നബവിയോട് റൗള ഷരീഫിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഈത്തപ്പനത്തോട്ടം ഉണ്ടായിരുന്നു. ധാരാളം നൂറുകണക്കിന് ഈത്തപ്പഴമുള്ള. അദ്ദേഹം പറഞ്ഞു, നബിയെ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചെലവഴിക്കുന്നത് വരെ പുണ്യം നേടാൻ കഴിയില്ല എന്ന് അല്ലാഹു തആല പറഞ്ഞുവല്ലോ. ഞാനിത് അള്ളാഹുവിന്റെ പുണ്യം നേടാൻ വേണ്ടി പാരത്രിക ലോകത്തേക്ക് സമ്പാദ്യമായി കൊണ്ടു നൽകാൻ ഉദ്ദേശിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങേയറ്റം ലാഭകരമായ ഒരു ഏർപ്പാടാണ്, ഒരു കച്ചവടമാണ് താങ്കൾ ചെയ്യുന്നത്. അതേപ്രകാരം ചെലവഴിക്കണമെന്ന് നബിയോട് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, താങ്കളുടെ അടുത്ത കുടുംബങ്ങൾക്കിടയിൽ അത് വീതിച്ചു കൊടുക്കുക. അങ്ങനെ അദ്ദേഹത്തിന്റെ മുത്താപ്പമാരുടെ മക്കൾ അടുത്ത കുടുംബങ്ങൾക്ക് അത് വീതിച്ചു കൊടുത്തു. ഇത് നാം പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്. എന്നാൽ നാം പലപ്പോഴും കേട്ടിട്ടില്ലാത്ത ഒരു സംഭവം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ചു ഈ ആയത്ത് അവതരിച്ചപ്പോൾ. നബിയെ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഖൈബറിൽ എനിക്ക് ലഭിച്ചിട്ടുള്ള അവിടുത്തെ തോട്ടമാകുന്നു, ധാരാളം ഫലങ്ങളുള്ള തോട്ടം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് താങ്കൾ ഒരു കാര്യം ചെയ്യുക, താങ്കൾ വഖഫ് ചെയ്യുക. വഖഫ് എന്നാൽ ദേശീയ തലത്തിൽ ഇന്ത്യയിൽ വലിയ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സംഗതിയാകുന്നു. ആ വഖഫിന്റെ തുടക്കമാണ് ഈ സഹാബത്തിന്റെ കാലഘട്ടത്തിൽ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വഖഫ് ചെയ്തിട്ടുണ്ട്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വഖഫ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പ്രമുഖരായ പല സ്വഹാബികളും വഖഫ് ചെയ്തിട്ടുണ്ട്. എന്താണ് വഖഫ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ തോട്ടം താങ്കൾ വഖഫ് ചെയ്യുക എന്ന് വെച്ചാൽ അത് വീതിച്ചു കൊടുക്കാതിരിക്കുക, അത് ദാനം ചെയ്യാതിരിക്കുക. എന്നിട്ട് അതിൽ നിന്നുള്ള ഫലമൂലാദികൾ അത് ദാനം ചെയ്യുക. ഇതാണ് വഖഫ്. വസ്തു, അത് തോട്ടമാകട്ടെ കെട്ടിടമാകട്ടെ, അതങ്ങനെ തന്നെ നിലനിർത്തും. എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഖൈറായ മാർഗത്തിൽ ചെലവഴിക്കാൻ വേണ്ടി നിലനിർത്തും. ഇതാണ് വഖഫ്. ഇങ്ങനെയുള്ള വഖഫുകൾ മുഖേനയാണ് ലോകത്തുടനീളമുള്ള പള്ളികളും മദ്രസകളും അനാഥാലയങ്ങളും സൽക്കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. പാവപ്പെട്ടവർക്ക് ആഹാരം നൽകാൻ വേണ്ടി, അനാഥ സംരക്ഷണത്തിന് വേണ്ടി, വഴിപോക്കന്മാർക്ക് വേണ്ടി ഒക്കെ മുൻകഴിഞ്ഞ സലഫു സാലിഹീങ്ങൾ വഖഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ തുടക്കം സഹാബ കിറാം ആകുന്നു. അങ്ങനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അത് വഖഫ് ചെയ്തു. ആദ്യകാല വഖഫുകളിൽ പെട്ടതാകുന്നു. അതും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വഖഫ് ചെയ്തതുമായ, നമുക്കറിയാമല്ലോ, കിണർ വിലക്ക് വാങ്ങി വഖഫ് ചെയ്തത്. നാമും നമ്മുടെ ജീവിതകാലത്ത് നാം മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പുണ്യം ലഭിക്കുന്ന രൂപത്തിൽ വല്ലതും ചെയ്താൽ അതാകുന്നു സദഖത്തുൻ ജാരിയ, നിലനിൽക്കുന്ന ദാനം. നാം മരിച്ചു കഴിഞ്ഞാലും നാം വഖഫ് ചെയ്തതിൽ നിന്ന് ഈ എത്ര കാലം അതിൽ നിന്ന് ഫലം ലഭിക്കുന്നുവോ, കിണറാണെങ്കിൽ വെള്ളം ലഭിക്കുന്നുവോ, ആരെല്ലാം ഉപയോഗിക്കുന്നുവോ, അതിൻ്റെ എല്ലാം പുണ്യം നമ്മുടെ ഖബറിലേക്ക് വന്നുകൊണ്ടിരിക്കും. ജീവിതകാലത്ത് സാധ്യമായ രൂപത്തിൽ അങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്യാൻ നാം തയ്യാറാകണം. നമ്മുടെ ജീവിതം എന്നാൽ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ല അമലുകൾ ചെയ്യുന്നത്, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് എന്ന പരീക്ഷണമാകുന്ന ജീവിതം. നമ്മുടെ പരീക്ഷയുടെ അവസാനം, എക്സാമിനേഷൻ അവസാനിക്കുന്നത്, ബെല്ലടിക്കുന്നത് നമ്മുടെ മരണത്തോടു കൂടിയാണ്. മരണം ഏത് സമയവും നമ്മെ അഭിമുഖീകരിക്കാം. അതിനു മുൻപ് നാം ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള ഈ ദർസ് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാന്യദേഹം 2 ദിവസങ്ങൾക്ക് മുൻപ് ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞു, കുറെ വീട്ടുകാർക്ക് കുടിവെള്ളം ലഭിക്കുന്ന ഒരു കിണർ കുഴിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. ഞാൻ പറഞ്ഞു, 25 വീട്ടുകാർക്ക് കുടിവെള്ളം ലഭിക്കാനുള്ള ഒരു പദ്ധതിയുണ്ട്. അതിന്റെ വീഡിയോ ഒക്കെ ഞാൻ ചിത്രീകരിച്ചിരുന്നു, ഒരു കുവൈത്തി ആവശ്യപ്പെട്ടിട്ട്. 2 കുവൈത്തികൾ പറഞ്ഞ
2 കിണറുകൾ കുഴിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്ന് കുഴിച്ചു കഴിഞ്ഞു, മറ്റൊന്ന് കുഴിച്ചുകൊണ്ടിരിക്കുക. ഇവരൊക്കെ തന്നെയും ഈ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ജീവിതം പരീക്ഷണമാണെന്നും മരിക്കുന്നതോടുകൂടി പിന്നീട് നമ്മുടെ പരീക്ഷണം അവസാനിച്ചു, അതിനിടയിൽ ചെയ്യുന്ന കർമ്മങ്ങളുടെ പ്രതിഫലമാണ് നാളെ പാരത്രിക ലോകത്ത് നമുക്ക് ലഭിക്കാനുള്ളത് എന്ന് മനസ്സിലാക്കിയവരാകുന്നു. ഇങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്യാൻ നാം തയ്യാറാകുക. നമ്മുടെ ജീവിതം ഒരു പരീക്ഷണമാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പാവപ്പെട്ട ആളുകൾക്ക് കുടിവെള്ളം നൽകാൻ ലഭിക്കാൻ വേണ്ടി ഈ ധനം ചെലവഴിക്കുന്ന, അതിനുവേണ്ടി മുന്നോട്ട് വന്ന എല്ലാവർക്കും അതൊരു ജാരിയായ സദഖയായി എന്നെന്നും അവരുടെ ഖബറിലേക്ക് പുണ്യം പ്രവഹിക്കുന്ന ഒരു കർമ്മമാക്കി നൽകുമാറാകട്ടെ. നാളെ മീസാൻ എന്ന തുലാസിൽ വമ്പിച്ച ഭാരം തൂങ്ങുന്ന സദഖകളായി അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കുമാറാകട്ടെ. അത് മുഖേന അവരുടെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ടുകൊണ്ട് ജന്നാത്തുൽ ഫിർദൗസിൽ ഉന്നതമായ ദറജയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെയൊക്കെ എത്തിക്കുമാറാകട്ടെ. അങ്ങനെയുള്ള നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കാനും കർമ്മങ്ങൾ ചെയ്യാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അപ്രകാരം ചെയ്തു. കുല്ലു ത്വആമി കാന ഹല്ലൻ ലിബനി ഇസ്രായീൽ. ഇനി നാം പറഞ്ഞു, നമ്മൾ അഹ്ലു കിതാബുകാരെ കുറിച്ചാണ് വിവരിച്ചു വന്നത്. അതിന്റെ തുടർച്ച തന്നെയാണ്. കുല്ലു ത്വആമി കാന ഹല്ലൻ ലിബനി ഇസ്രായീൽ. ഇസ്രായേൽ സമുദായത്തിന് എല്ലാ ആഹാര പദാർത്ഥങ്ങളും അനുവദനീയമായിരുന്നു, ഹലാലായിരുന്നു. ഇല്ലാ മാ ഹറമ ഇസ്രായീലു അലാ നഫ്സിഹി. ഇസ്രായേൽ അദ്ദേഹത്തിന്റെ സ്വയം ഉപേക്ഷിച്ച, അദ്ദേഹം ഇഷ്ടപ്പെടാത്ത ചില ഭക്ഷണങ്ങൾ അദ്ദേഹം സ്വയം നിരസിച്ചിരുന്നു, അത് കഴിക്കാറുണ്ടായിരുന്നില്ല. അതൊഴിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹലാലാക്കിയതായിരുന്നു എല്ലാം. മിൻ ഖബ്ലി അൻ തുനസ്സല തൗറാത്ത് അവതരിക്കുന്നതിന് മുൻപ്. ഈ സംഗതി ഇവിടെ പറയാൻ കാരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടു. ഏതെല്ലാം ഭക്ഷ്യപദാർത്ഥങ്ങളാണ്, അത് മാംസമാവട്ടെ ഫലമൂലാദികളാവട്ടെ, ഇതിലേതെല്ലാം ഹലാലാണ് ഏതെല്ലാം ഹറാമാണ് എന്നൊക്കെയുള്ള ഇസ്ലാമിക ശരീഅത്തിലെ ആയത്തുകൾ അവതരിച്ചു കൊണ്ടിരുന്നപ്പോൾ എല്ലാറ്റിലും കുറ്റവും കുറവും നോക്കിക്കൊണ്ടിരുന്ന, ഇഷ്ടമില്ലാത്ത അച്ചിക്ക് തൊട്ടതെല്ലാം കുറ്റം എന്ന് പറഞ്ഞല്ലോ എന്നതുപോലെ ഇങ്ങനെ ഭൂതക്കണ്ണാടി വെച്ചുകൊണ്ട് പരിശോധിച്ചുകൊണ്ട് വിമർശിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്ത അഹ്ലു കിതാബുകാർ, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല ഭക്ഷ്യപദാർത്ഥങ്ങളും അനുവദനീയമാക്കിയപ്പോൾ ചോദ്യം ചെയ്തു, ഇത് അല്ലാഹു തആല അവതരിപ്പിച്ചതല്ല, അല്ലാഹു തആല ഇത് ഹലാലാക്കിയിട്ടില്ല, ഇത് ഹറാമാകുന്നു. അതുപോലെ തന്നെ ചില സംഗതികൾ ഹറാമാക്കി. മദ്യപിക്കാൻ പാടില്ല, ലഹരി പദാർത്ഥങ്ങൾ നിഷിദ്ധമാണ്. എന്നാൽ അവരുടെ വേദഗ്രന്ഥങ്ങളിൽ അതിലൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞതാണ്. പ്രവാചകന്മാർ പോലും മദ്യപിക്കുകയും മദ്യപിച്ച് ലക്കുകെട്ട് അങ്ങനെ നിരത്തിൽ നഗ്നരായി കിടക്കുകയൊക്കെ ചെയ്ത സംഭവമാണ് അവരുടെ ഗ്രന്ഥങ്ങളിലുള്ളത്. ഇതിന് വിരുദ്ധമായി ചില സംഗതികളൊക്കെ ഹറാമാക്കുകയും അങ്ങനെ അല്ലാഹു തആല അനുവദിച്ചതൊക്കെ ഹലാലാക്കി കൊടുക്കുകയും ചെയ്തപ്പോൾ ഇവര് ആക്ഷേപവുമായി മുന്നോട്ട് വന്നു. അപ്പോൾ അവതരിച്ച ആയത്താകുന്നു ഇത്. കുല്ലു ത്വആമി കാന ഹല്ലൻ ലിബനി ഇസ്രായീൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെല്ലാം ഒരു ഭക്ഷ്യപദാർത്ഥങ്ങൾ ഹലാലാണെന്ന് പറയുന്നുവോ, ഇതൊക്കെ ഇസ്രായേൽ സമുദായത്തിനും അനുവദനീയമായിരുന്നു. അവർക്ക് അനുവദനീയമല്ലാത്തത് ഇവിടെ ഹലാലാക്കിയിട്ടില്ല. അവർക്ക് ഹലാലായിരുന്ന ഭക്ഷ്യപദാർത്ഥങ്ങൾ ഇവിടെ ഹറാമാക്കിയിട്ടുമില്ല. എന്നാൽ ഇസ്രായേൽ സ്വയം അദ്ദേഹത്തിന് നിഷിദ്ധമാക്കിയിരുന്ന, അഥവാ അദ്ദേഹം കഴിക്കാതിരുന്ന ചില ഭക്ഷ്യപദാർത്ഥങ്ങൾ ഒഴികെ, അത് ഹറാമായിരുന്നില്ല, പക്ഷെ അദ്ദേഹം അത് കഴിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അങ്ങനെ ചില സംഗതികൾ ഒഴികെ. ഇവിടെ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് വിവരിച്ചിട്ടുണ്ട്, യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ പേരാകുന്നു ഇസ്രായേൽ. ഇസ്രായേൽ എന്നാൽ
അവരുടെ ഭാഷയിൽ, അവർ അറബികളായിരുന്നില്ലല്ലോ. ഇവരൊന്നും ഇബ്രാഹിം നബി, ഇസ്ഹാഖ് നബി, യാക്കൂബ് നബി, മകൻ യൂസുഫ് നബി, മൂസ നബി, ഇവരൊന്നും തന്നെ അറബികളായിരുന്നില്ല. അവരൊക്കെ പുരാതന കാലത്ത് ഇറാഖിലും ഈജിപ്തിലും ഷാമിലുമൊക്കെ നിലനിന്നിരുന്ന ഭാഷകളായിരുന്നു അവരുടെ ഭാഷകൾ. അത് തന്നെ ഒരേ ഭാഷകളും ആയിരുന്നില്ല. മൂസാ നബിയുടെ തൗറാത്ത് ഹബ്രാനി ഭാഷയിലാണ്, ഹിബ്രു ഭാഷയിൽ. ഈസാ നബിയുടേത് പിന്നെ സുരിയാനി ഭാഷയിലാണ്. കാരണം ഈസാ നബി അലൈഹി ഇസ്ലാം ജീവിച്ചത് ഷാമിലാണ്. സുരിയാനി എന്ന സിറിയക്കാരുടെ ഭാഷ എന്ന് അതിൻ്റെ അർത്ഥം. അതിലാണ് ഇഞ്ചീൽ. എന്നാൽ മൂസാ നബി അലൈഹി ഇസ്ലാം ജീവിച്ചത്, ജനിച്ചതും വളർന്നതൊക്കെ ഈജിപ്തിലായിരുന്നു. അവരുടെ ഭാഷ മറ്റൊന്നായിരുന്നു. അതുകൊണ്ടാണ് ഹിബ്രു ഭാഷയിലാണ് അത് അവതരിച്ചത്. അപ്പോ ഇസ്രായേൽ എന്ന വാക്കിൻ്റെ അറബിയിൽ ഉള്ള അർത്ഥം അബ്ദുല്ലാഹ് എന്നാണ്. നമ്മൾ മലയാളത്തിൽ ദേവദാസ് എന്ന് പറയില്ലേ, ദേവദാസ്, ഇതാകുന്നു ഇസ്രായേൽ, അതാകുന്നു അബ്ദുല്ലാഹ്. അപ്പോ ഈ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന് ചില ഭക്ഷ്യപദാർത്ഥങ്ങൾ ഇഷ്ടമുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മളിൽ ചിലരൊക്കെ തന്നെ ഞണ്ട് കഴിക്കൂല. ഞണ്ട് ഹലാലാണ്, പക്ഷെ എല്ലാവരും കഴിക്കൂല. കാരണം അതിൻ്റെ ആകൃതിയൊക്കെ കാണുമ്പോൾ ചിലർക്ക് വെറുപ്പാണ്. അങ്ങനെ ചിലതുണ്ട്. ചിലർ ചെമ്മീൻ കഴിക്കൂല. ചെമ്മീൻ, എൻ്റെ 1-2 പങ്കന്മാർ ചെമ്മീൻ കഴിക്കൂല. അത് ചേരാട്ടയാണ്. കാരണം ഈ ചേരാട്ട ചുരുണ്ടാൽ ആ ആകൃതിയിലാണ് ചെമ്മീൻ ഉണ്ടാവുക വെന്ത് കഴിഞ്ഞാൽ. അങ്ങനെ ചില പദാർത്ഥങ്ങൾ ഉപേക്ഷിക്കും, അവർക്കത് ഇഷ്ടം ഉണ്ടാവില്ല. എന്നാൽ അത് ഹലാലാണ്. എന്നതുപോലെ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന് ചില ഭക്ഷ്യപദാർത്ഥങ്ങൾ ഇഷ്ടമുണ്ടായിരുന്നില്ല. അദ്ദേഹം അത് ഉപേക്ഷിച്ചിരുന്നു. സ്വാഭാവികമായി അദ്ദേഹത്തിൻ്റെ 12 മക്കളുടെ പിന്മുറക്കാരാണ് പിന്നീട് ഇസ്രായേൽ സമുദായത്തിൽ വന്ന പ്രവാചകന്മാരും പിന്നെ അവരിൽ വിശ്വസിച്ചവരൊക്കെ. അപ്പോൾ യാക്കൂബ് നബി ഇഷ്ടപ്പെടാത്തൊരു സംഗതി അവരും ചിലരൊക്കെ ഉപേക്ഷിച്ചിരുന്നു, അവർ കഴിക്കാറുണ്ടായിരുന്നില്ല. എന്നതൊഴിച്ചാൽ അത് അല്ലാഹു തആല ഹറാമാക്കിയതല്ല എന്നാണ് ഇവിടെ പറയുന്നത്. കുൽ, നബിയെ പറയുക. അവർ വലിയ ആക്ഷേപവും വിമർശനമൊക്കെ ആയിട്ട് വന്നിരിക്കല്ലേ. നബിയെ പറയുക, ഫഅ്തു ബിത്തൗറാത്തി ഫത്ലുഹാ ഇൻ കുൻതും സ്വാദിഖീൻ. അല്ലാഹു തആല അവതരിപ്പിച്ച തൗറാത്ത് നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ, അതൊന്ന് വായിക്കുകയും എന്നിട്ട് ഈ ഇസ്ലാമിക ശരീഅത്തിൽ പരിശുദ്ധ ഖുർആനിൽ ഹലാലാക്കിയ ഏതെങ്കിലും കാര്യങ്ങൾ അതിൽ ഹറാമാക്കിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിൽ ഹറാമാക്കിയത് ഹലാലാക്കിയിട്ടുണ്ടോ, നിങ്ങൾ വായിക്കൂ, നിങ്ങൾ ഓതൂ, ഞങ്ങളൊന്ന് കേൾക്കട്ടെ. അപ്പം നിങ്ങൾ ചോദിക്കും, അപ്പം അതിൽ കള്ള് ഹലാലാക്കിയിട്ടില്ലേ? കള്ള് ഹലാലാക്കിയിട്ടില്ല. കള്ള് അത് നിഷിദ്ധമാണ് എന്ന് ബൈബിളിലൊക്കെ ഉണ്ട്. പക്ഷേ അത് നിഷിദ്ധമാണ് എന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കള്ളു കുടിക്കാൻ പറ്റൂല്ലോ. പിന്നെ ക്രിസ്മസിൻ്റെ അന്ന് ഏറ്റവും കൂടുതൽ കള്ളി ചെലവാകുന്ന അന്നാ. ആ പരിപാടി അവർക്ക് അത് അനുവദനീയമാണ്. അവർക്കത് എന്താ പറയുക, അത് സന്തോഷത്തോടു കൂടി മനസാക്ഷി കുത്തില്ലാതെ കുടിക്കാൻ പറ്റുമല്ലോ. അപ്പം എന്ത് ചെയ്തു? ഹറാമാണെന്ന് അതിലുള്ളതോടൊപ്പം തന്നെ ഇവരൊക്കെ കള്ളു കുടിച്ചതായിട്ട് അതിൽ കയറ്റി. നൂഹ് നബി അലൈഹി സ്വലാം കള്ളു കുടിച്ചു. ഈസാ നബി അലൈഹി സ്വലാം കല്യാണത്തിന് വീഞ്ഞ് വിളമ്പിയിട്ട് തികയാതെ വന്നു, തീർന്നുപോയി. വന്നവർക്ക് ഒക്കെ വീഞ്ഞ് കിട്ടാൻ ബാക്കിയാണ്. അപ്പോൾ ഈസാ നബി അലൈഹി സ്വലാം കുറച്ച് പിന്നെ ഇത് പാനീയം കൊണ്ടുവരാൻ പറഞ്ഞു, അതിൽ കൈ വെച്ചു, അത് വീഞ്ഞാക്കി, എന്ന് വെച്ചാൽ കള്ളാക്കി എന്നിട്ട് കൊടുത്തു എന്നാ. അപ്പോൾ ഇതിനവർക്ക് എല്ലാം കുടിക്കാലോ. ഈ രൂപത്തിലൊക്കെ ഉണ്ട് എന്നല്ലാതെ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹറാമാക്കിയ ഒരു കാര്യം ഹലാലാണ് എന്ന ഒരു കൽപ്പന നിങ്ങൾ തൗറാത്തിൽ കാണിച്ചു തരൂ. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹലാലാക്കിയ ഒരു കാര്യം ഹറാമാണ് എന്ന് നിങ്ങൾ കാണിച്ചു തരൂ. കാണിച്ചു തരാൻ കഴിയില്ല, അങ്ങനെ അതിലില്ല. അപ്പോൾ ഇവിടെ പരിശുദ്ധ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുൻകഴിഞ്ഞ ഇസ്രായേൽ സമുദായത്തിന് അല്ലാഹു തആല നൽകിയ അതേ നിയമങ്ങൾ തന്നെയാണ് ഈ ഭക്ഷ്യ വിഷയങ്ങളിൽ നൽകിയിട്ടുള്ളത്. ഇൻ കുൻതും സാദിഖീൻ, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ അതൊന്ന് വായിച്ചു കേൾപ്പിക്കൂ എന്നാണ് ഇവിടെ പറയുന്നത്. വെല്ലുവിളിക്കുകയാണ്. ഫമൻ ഇഫ്തറ അലല്ലാഹിൽ കദിബ മിൻ ബഅദി ദാലിക ഫഉലൈക ഹുമുൽ ളാലിമൂൻ. ഇതിനൊന്നും നിങ്ങൾ തയ്യാറില്ല. നിങ്ങളുടെ വേദഗ്രന്ഥത്തിൽ അല്ലാഹു തആല കൽപ്പിച്ചതായി ഈ കൊണ്ടുവന്ന ശരീഅത്തിനെതിരെ നിങ്ങൾക്ക് ഭക്ഷ്യ വിഷയങ്ങളിൽ കാണിച്ചു തരിക സാധ്യമല്ല. അതേസമയത്ത് എല്ലാ വിഷയങ്ങളിലും ശരീഅത്ത് ഒന്നല്ല, അത് പ്രത്യേകം മനസ്സിലാക്കണം. അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. ആദം നബി അലൈഹി സ്വലാം മുതൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ദീൻ ഒരേ ഒരു ദീനാണ്, ദീനുൽ ഇസ്ലാം. ദീൻ എന്നും ഒന്നാണ്.
എന്നാൽ ശരീഅത്ത്, നിയമവ്യവസ്ഥ, നിയമപ്രമാണം അത് എന്നും ഒന്നായിരുന്നില്ല. അതിൽ കാലാന്തരത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരുന്നിട്ടുണ്ട്. മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെ പല നിയമങ്ങളും അസാധുവാക്കുകയും ആ നിയമങ്ങളുടെ വിഷയത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. വൈവാഹിക വിഷയത്തിൽ മാറ്റങ്ങളുണ്ട്. അതുപോലെ തന്നെ പല സിവിൽ, ക്രിമിനൽ നിയമങ്ങളിലും കാലോചിതമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതേസമയത്ത് ഇവിടെ ഭക്ഷണത്തിന്റെ വിഷയമാണ് പറഞ്ഞത്. ഭക്ഷണത്തിന്റെ വിഷയത്തിൽ അടിസ്ഥാനപരമായി ഈ മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെ ഭക്ഷ്യ നിയമങ്ങൾ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുമുള്ളത്. അതേസമയത്ത് ധിക്കാര നിമിത്തം ഈ ഇസ്രായേൽ സമുദായത്തിലെ ഒരു വിഭാഗത്തിൽ ഒരു നിശ്ചിത കാലത്ത് ചില ഭക്ഷ്യപദാർത്ഥങ്ങൾ അല്ലാഹു തആല നിഷിദ്ധമാക്കിയിട്ടുണ്ട്. അത് എന്നേക്കുമുള്ള ശരീഅത്ത് നിയമം എന്ന നിലക്കല്ല, അവരുടെ ധിക്കാരത്തിന്റെ ഉഖൂബത്ത്, ഒരു പണിഷ്മെന്റ് എന്ന രൂപത്തിൽ നിഷിദ്ധമാക്കിയതായി കാണാൻ സാധിക്കും. അതല്ലാതെ അടിസ്ഥാനപരമായി ഒന്ന് തന്നെയായിരുന്നു. എന്നാൽ പല ശരീഅത്ത് നിയമങ്ങളിലും കാലാന്തരത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നിട്ടുണ്ട്. അതുകൊണ്ട് ദീൻ എന്നും ഒന്നാണ്, എന്നാൽ ശരീഅത്ത് വ്യത്യസ്തമായിരുന്നു. ഇത് നമ്മൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. ഫമൻ ഇഫ്തറ അലല്ലാഹിൽ കദിബ്, ആരെങ്കിലും അള്ളാഹുവിന്റെ പേരിൽ കള്ളം കെട്ടിച്ചമച്ചാൽ, എന്ന് വെച്ചാൽ ഇത് അള്ളാഹു തആല ഹറാമാക്കിയിരിക്കുന്നു, ഇത് ഹലാലാക്കിയിരിക്കുന്നു എന്ന് അള്ളാഹു തആല നിയമമാക്കിയിട്ടില്ലാത്ത കാര്യത്തെക്കുറിച്ച് നിങ്ങൾ പറയുകയാണെങ്കിൽ അത് അള്ളാഹുവിന്റെ പേരിൽ കള്ളം ആരോപിക്കലാണ്. അള്ളാഹു തആല ഹറാമാക്കാത്തത് ഹറാമാക്കി എന്നും അള്ളാഹു തആല ഹലാലാക്കാത്തത് ഹലാലാക്കി എന്നും പറയുന്നത് അള്ളാഹുവിന്റെ പേരിൽ കള്ളം ആരോപിക്കലാണ്. അങ്ങനെ ആരെങ്കിലും ചെയ്താൽ ഫഉലൈക ഹുമുൽ ളാലിമൂൻ, അവരാകുന്നു മഹാപാപികൾ. മഹാപാപ കർമ്മമാകുന്നു അവർ ആ ചെയ്യുന്നത്. നബിയെ താങ്കൾ പറയുക, സദഖല്ലാഹ്, അല്ലാഹു തആല സത്യം പറഞ്ഞിരിക്കുന്നു. അല്ലാഹു തആല സത്യമേ പറയൂ. വമൻ അസ്ദഖു മിനല്ലാഹി ഖീല എന്ന് വിശുദ്ധ ഖുർആനിൽ ആയത്തിൽ കാണാൻ പറ്റും. ആരാണ് അല്ലാഹുവിനേക്കാൾ കൂടുതൽ സത്യസന്ധമായി സംസാരിക്കുന്നവൻ? അല്ലാഹു തആല സത്യം മാത്രമേ പറയൂ, ഒരിക്കലും കളവ് പറയുകയില്ല. കളവ് പറയേണ്ടി വരും എപ്പോഴാ, അതും ആണെന്ന് പരിശോധിക്കുക. കളവ് പറയേണ്ടി വരുന്നത് പലപ്പോഴും നമ്മൾ പല കുടുക്കുകളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി, അല്ലെങ്കിൽ എന്തെങ്കിലും താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അനർഹമായത് നേടാൻ വേണ്ടി, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അവകാശം കവർന്നെടുക്കാൻ വേണ്ടി, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണല്ലോ കളവ് പറയുക. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ആരിൽ നിന്ന് എന്താണ് നേടിയെടുക്കേണ്ടത്? അല്ലാഹു സുബ്ഹാനഹു വ തആല അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാറ്റിനും കഴിവുള്ളവനാണ്. ഈ ആകാശഭൂമികളുടെ ഉടമസ്ഥനാണ്. അല്ലാഹു തആലക്ക് ആരിൽ നിന്നും ഒന്നും ആവശ്യമില്ല. അല്ലാഹു തആല ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ്, പരാശ്രയരഹിതനാണ്. ഗനി, അല്ലാഹു തആല സമ്പന്നനാണ്, ഐശ്വര്യവാനാണ്. ആരിൽ നിന്നും ഒന്നും അല്ലാഹു തആലക്ക് കിട്ടേണ്ടതില്ല. അപ്പൊ അതുകൊണ്ട് കളവ് പറയുക എന്ന ഒരു സംഗതി അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ആവശ്യമില്ല. അത് അല്ലാഹു തആലക്ക് ഭൂഷണവുമല്ല. അല്ലാഹു തആല സത്യം മാത്രമേ പറയൂ. ഫത്തബിഉ മില്ലത ഇബ്രാഹിമ ഹനീഫ, അതുകൊണ്ട് നിങ്ങൾ ഹനീഫായി, സ്ട്രൈറ്റ് ഫോർവേഡായി, ഋജുമാനസനായി ജീവിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മില്ലത്ത്, അദ്ദേഹത്തിന്റെ ആദർശം, അദ്ദേഹത്തിന്റെ മാർഗം നിങ്ങൾ പിന്തുടരുക. വമാ കാന മിനൽ മുശ്രിക്കീൻ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരിക്കലും ബഹുദൈവ വിശ്വാസിയായിരുന്നില്ല, വിഗ്രഹാരാധകനായിരുന്നില്ല. അപ്പോൾ ഈ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മഹാനാണ്. അദ്ദേഹം മഹാനായ പ്രവാചകനായിരുന്നു. അദ്ദേഹം അള്ളാഹുവിന്റെ ഉറ്റമിത്രമായിരുന്നു. ഇതെല്ലാം നിങ്ങൾ അംഗീകരിക്കുന്ന കാര്യമാണ്. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പരമ്പരയിൽപ്പെട്ടവരാകുന്നു തങ്ങൾ, അല്ലെങ്കിൽ ആ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പിന്മുറക്കാരായ പ്രവാചകന്മാരിൽ വിശ്വസിക്കുന്നവരാകുന്നു തങ്ങൾ എന്ന് പെരുമ നടിക്കുന്നവരാകുന്നു നിങ്ങൾ. എന്നാൽ ആ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് ഖുൽ ഫത്തബിഉ മില്ലത ഇബ്രാഹിമ ഹനീഫ,
ആ ഇബ്രാഹിം നബിയുടെ മാർഗം നിങ്ങൾ പിന്തുടരുക. വമാ കാന മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം മുശ്രിക്കീങ്ങളിൽപ്പെട്ടവനായിരുന്നില്ല. എന്നാൽ നിങ്ങൾ സാക്ഷാൽ ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ വിഗ്രഹം വെച്ച് ആരാധന അർപ്പിക്കുന്നു. ഈസാ നബിയുടെ മാതാവിന്റെ വിഗ്രഹം വെച്ച് ആരാധന അർപ്പിക്കുന്നു. അല്ലാഹു തആല മൂന്നാകുന്നു എന്ന ത്രിയേകത്വത്തിൽ വിശ്വസിക്കുന്നു. എന്നാൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഒരിക്കലും അങ്ങനെയായിരുന്നില്ല. ഇനി അടുത്ത വിഷയം, ഈ അഹ്ലു കിതാബുകാരുമായി മുസ്ലിങ്ങൾക്ക്, ഇസ്ലാമിന് കാര്യമായ ഒരു അന്തരമുള്ള, അഭിപ്രായ വ്യത്യാസമുള്ള എന്നല്ല, വമ്പിച്ച അകലമുള്ള, ഇരു ധ്രുവങ്ങളുടെ അകലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വിഷയമാണ് ഇനി അടുത്തതായി പറയാൻ പോകുന്നത്. ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറക. ഈ ഭൂലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ആദ്യമായി സൃഷ്ടിക്കപ്പെട്ട, നിർമ്മിക്കപ്പെട്ട ആരാധനാലയം ബിബക്കത മുബാറക, പരിശുദ്ധ മക്കയിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള അനുഗ്രഹീതമായ കഅബ ഷരീഫാകുന്നു, മസ്ജിദുൽ ഹറാം ആകുന്നു. വഹുദൽ ലിൽ ആലമീൻ, കേവലം ആരാധനയ്ക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട ഭവനം മാത്രമല്ല, അത് ലോകത്തൊട്ടാകെയുള്ള ലോകർക്കാകമാനം ഹിദായത്തിന്റെ കേന്ദ്രമായി കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ളതാകുന്നു. അപ്പൊ ഇന്ന അവ്വല ബൈത്തിൻ, ഒന്നാമത്തെ ഭവനം, വുദിഅ ലിന്നാസ്, ജനങ്ങൾക്ക് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട ഭവനം, ലല്ലദീ ബിബക്കത മുബാറക, പരിശുദ്ധ മക്കയിൽ സ്ഥിതി ചെയ്യുന്ന അനുഗ്രഹീതമായ ഭവനമാകുന്നു. ബക്ക എന്നാണ് ഇവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. പരിശുദ്ധ ഖുർആനിൽ മക്ക എന്നും പ്രയോഗിച്ചിട്ടുണ്ട്, ബക്ക എന്നും പ്രയോഗിച്ചിട്ടുണ്ട്. ബക്ക എന്നത് ഒരു പ്രാവശ്യം മാത്രമാണ് ഖുർആനിൽ വന്നിട്ടുള്ളത്. എന്താണ് ഇവിടെ ബക്ക എന്ന് പ്രയോഗിക്കാൻ കാരണം? തഫ്സീറുകളിൽ ഒരുപാട് വിശദീകരണങ്ങൾ കാണാൻ സാധിക്കും. അതിൽ ഒരു സംഗതി മാത്രം ഇവിടെ എടുത്ത് പറയുകയാണ്. ബക്ക എന്നത് പരിശുദ്ധ കഅബയുടെ പൗരാണികത്വം സ്ഫുരിക്കുന്ന പദമാകുന്നു. കാരണം ലോകത്തെ ഏറ്റവും പുരാതനമായ ഭവനമാകുന്നു. അപ്പോൾ പരിശുദ്ധ കഅബ ഷരീഫിന്റെ പൗരാണികത്വം, ആ പഴമ, അത് സ്ഫുരിക്കുന്ന ഒരു പദമാകുന്നു ബക്ക എന്ന് ഈ തഫ്സീറിൽ കാണുന്നു. വേറെയും ഒരുപാട് അഭിപ്രായങ്ങളുണ്ട്, എല്ലാം നമുക്ക് വിവരിക്കുക സാധ്യമല്ല. അപ്പോൾ അനുഗ്രഹീതമായി ഈ ഭവനമാകുന്നു അല്ലാഹു തആലക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ആദ്യമായി സൃഷ്ടിക്കപ്പെട്ടത്. ഇത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ് പുനർനിർമ്മിച്ചത് എന്ന് നമുക്കറിയാം. എന്നാൽ ആദം നബി അലൈഹിസ്സലാം ആണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് എന്ന് ഇമാം ഇബ്നു കസീറൊക്കെ തഫ്സീറിൽ ഉദ്ധരിച്ചതായി കാണാൻ സാധിക്കും. അല്ല, അതിനു മുൻപ് ആദം നബി അലൈഹി ഇസ്ലാമിനെ ഭൂലോകത്തേക്ക് അയക്കുന്നതിന് മുൻപ് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളിലൂടെ ഈ കഅബ നിർമ്മിച്ചിരുന്നു എന്നും വിവരിക്കപ്പെട്ടിട്ടുണ്ട്. രണ്ടായാലും ഈ ലോകത്ത് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ആദ്യമായി നിർമ്മിക്കപ്പെട്ട ഭവനം കഅബയാകുന്നു എന്നതിൽ തർക്കമില്ല. ഇത് ഇബ്രാഹിം നബിയാണ് ആദ്യമായി നിർമ്മിച്ചതെങ്കിൽ അത് ആദ്യത്തെ ഭവനമാകുകയില്ല. കാരണം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മുൻപ് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരാണ് ഹൂദ് നബി അലൈഹി ഇസ്ലാം. ഈ അറബ് ലോകത്ത് തന്നെയാണ് നിയോഗിക്കപ്പെട്ടത്. അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മുൻപ് നിയോഗിക്കപ്പെട്ട പ്രവാചകനാകുന്നു നൂഹ് നബി അലൈഹിസ്സലാം, ഇദ്രീസ് നബി അലൈഹിസ്സലാം. അപ്പൊ ഈ പ്രവാചകന്മാരുടെ ഒന്നും കാലഘട്ടത്തിൽ അല്ലാഹു തആലക്ക് ഇബാദത്ത് ചെയ്യാൻ പള്ളികൾ ഉണ്ടായിരുന്നില്ല, ആരാധനാലയങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ശരിയാവുകയില്ല. അപ്പൊ അന്നൊക്കെയുണ്ട്. എന്നാൽ ആദ്യത്തേത് ഇതാകുന്നു. അത് ആദം നബി അലൈഹി ഇസ്ലാം നിർമ്മിച്ചു, അല്ലെങ്കിൽ അതിനു മുൻപ് മലക്കുകൾ നിർമ്മിച്ചു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അത് പുനർനിർമ്മിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിന് പരിശുദ്ധ ഖുർആനിൽ ഒന്നിലധികം ആയത്തുകളിൽ തന്നെ സൂചന ഉണ്ട്. അത് നമ്മൾ മുമ്പ് ചിലപ്പോഴൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ അതിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സമയമില്ല. ഫീഹി ആയാത്തും ബയ്യിനാത്ത്, ഈ പരിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ കഅബ ഷരീഫിൽ വളരെ സുവ്യക്തമായ ദൃഷ്ടാന്തങ്ങളുണ്ട് ഇത് അള്ളാഹുവിൻ്റെ ഭവനമാണ് എന്നതിന്.
ഇത് അല്ലാഹു തആല ലോകർക്കാകമാനം ഹിദായത്തിന്റെ കേന്ദ്രമാക്കിയതാണ് എന്നതിന് വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ അതിലുണ്ട്. മഖാമു ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ സ്ഥാനം മഖാമു ഇബ്രാഹിം അതിൽപ്പെട്ടതാകുന്നു. അതുപോലെ തന്നെ സഫ മർവ അതിൽ പെട്ടതാകുന്നു. അതുപോലെ തന്നെ സംസം കിണർ ഏറ്റവും വലിയ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഒന്നാകുന്നു. ഇസ്മായിൽ നബി അലൈഹിസ്സലാം കൈക്കുഞ്ഞായിരുന്ന ഇസ്മായിൽ നബി അലൈഹിസ്സലാം കാലിട്ടടിച്ചയിടത്ത് നിന്ന് ഉറവ പൊട്ടിയ 4000 വർഷങ്ങൾക്ക് മുമ്പ് ഉറവ പൊട്ടിയ ആ കിണർ, മരുഭൂമിയിൽ എവിടെയും ജലമില്ലാത്ത ആ മരുഭൂമിയിൽ അന്ന് പൊട്ടിയൊഴുകിയ ആ സംസം ഇന്നും ജനകോടികൾക്ക് ദാഹശമനം നൽകിക്കൊണ്ട് നിലനിൽക്കുന്നു. ഫിഹി ആയാത്തും ബയ്യിനാത്ത്, വ്യക്തമായ ദൃഷ്ടാന്തം അതിലുണ്ട്. വമൻ ദഖലഹു കാന ആമിന, ആരെങ്കിലും ആ പരിശുദ്ധമായ മസ്ജിദുൽ ഹറാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവൻ നിർഭയനായി തീർന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നബുവത്ത് ലഭിക്കുന്നതിന് മുൻപ് ജാഹിലിയ കാലഘട്ടത്തിൽ പരസ്പരം കലാപങ്ങളും സംഘട്ടനങ്ങളും യുദ്ധങ്ങളുമായി കഴിഞ്ഞിരുന്ന ആ ജാഹിലിയ കാലഘട്ടത്തിൽ പോലും സ്വന്തം പിതാവിന്റെ ഘാതകനെ ആ മസ്ജിദുൽ ഹറാമിൽ വെച്ച് അവകാശികൾ കാണുകയാണെങ്കിൽ, മക്കൾ കാണുകയാണെങ്കിൽ ആ ഘാതകനെ അവിടെ വെച്ച് കൈകാര്യം ചെയ്യാറുണ്ടായിരുന്നില്ല. അയാൾ ഹറമിന് പുറത്തെത്തുന്നത് വരെ അവിടെ കാത്തു നിൽക്കുകയാണ് ചെയ്തിരുന്നത്. വമൻ ദഖലഹു കാന ആമിന, ആരെങ്കിലും അതിൽ പ്രവേശിച്ചാൽ അവർ നിർഭയരായി തീർന്നു. ഇത് മാറ്റി നിർത്തിയാൽ തന്നെ ഈമാനുള്ളവരെ സംബന്ധിച്ചിടത്തോളം ആ മസ്ജിദുൽ ഹറാമിൽ പ്രവേശിച്ചാൽ ആ ഒരു നിർഭയത്വം, ആ ഒരു നിർവൃതി, ആ ഒരു അനുഭൂതി ഇപ്പോഴും അനുഭവപ്പെടുന്നതായി കാണാൻ സാധിക്കും. അവിടെ വെച്ച് ജഹരിയായ നമസ്കാരം, പരിശുദ്ധ ഖുർആൻ പാരായണം കേട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ, അത് തന്നെ റമദാൻ മാസത്തിലാകുമ്പോൾ, അത് തന്നെ തറാവീഹ് ഖിയാമുൽ ലൈൽ നമസ്കാരത്തിലാണെങ്കിൽ നമുക്ക് വളരെ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞ വമൻ ദഖലഹു കാന ആമിന അതിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നിർഭയനായി തീർന്നു. യാതൊരു പേടിയും ബേജാറും ഒരു ടെൻഷനുമില്ലാത്ത അങ്ങേയറ്റത്തെ ശാന്തിയും സമാധാനവും അനുഭവിക്കുന്ന ഒരവസ്ഥ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. പക്ഷെ ഈമാനുള്ളവർക്ക് മാത്രം. എന്നാൽ ഈമാൻ ഇല്ലാത്തവരെ കാര്യം പറയണ്ട. അത് എവിടെയായാലും ഈ റമദാനിലെ അവസാനത്തെ 10 കഅബ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഉംറയുടെ തവാഫല്ല, ഉംറയുടെ തവാഫൊക്കെ കഴിഞ്ഞിട്ട് അന്ന് ഇന്നത്തെ പോലെയല്ല. ഇന്നിപ്പോൾ ഇഹ്റാമിലുള്ളവർക്കേ തവാഫ് ചെയ്യാൻ പറ്റുള്ളൂ. അന്ന് ഈ നിബന്ധനയൊന്നും വന്നിട്ടില്ല. കാരണം അല്ലാത്തവർക്കും തവാഫ് ചെയ്യാവുന്ന രൂപത്തിൽ അത്രയും ആളുകൾ മാത്രമേ വരാറുണ്ടായിരുന്നുള്ളൂ. 35 കൊല്ലം മുമ്പത്തെ കാര്യമാണ് ഈ പറയുന്നത്. അങ്ങനെ ഉംറയൊക്കെ കഴിഞ്ഞ് മസ്ജിദുൽ ഹറാമിൽ പ്രവേശിച്ചാൽ നമ്മൾ സാധാരണ പള്ളിയിൽ കയറിയ 2 റക്അത്ത് തഹയ്യത്താണ് നിസ്കരിക്കുക. പക്ഷെ മസ്ജിദുൽ ഹറാമിൽ പ്രവേശിച്ചാൽ തവാഫാണ് അവിടുത്തെ തഹയ്യത്ത്. അങ്ങനെ അത് നിർവഹിക്കുകയാണ്. ഞാൻ പാൻറ്റാണ് ഇട്ടിട്ടുള്ളത്, പോക്കറ്റിൽ പേഴ്സ് ഉണ്ട്. റമദാൻ അവസാനത്തെ 10 കഅബ തവാഫ് ചെയ്യുമ്പോൾ ഒരുത്തൻ്റെ കയ്യിൽ അറബിക്കുപ്പായ, ഒരുത്തൻ്റെ കയ്യിൽ കിതാബ്, മറ്റേ കൈ കൊണ്ട് എൻ്റെ പോക്കറ്റിൽ നിന്ന് പേഴ്സിൽ വലിച്ചു. ഞാൻ കാണുന്നില്ല. പക്ഷേ ഞാൻ അമീറായിട്ട് പോയതാണ്. അന്ന് KG സംഘത്തിൻ്റെ ഉംറയുടെ അമീറായിട്ട് പോയതാണ്. എൻ്റെ പിന്നിൽ നമ്മുടെ സംഘത്തിൽപ്പെട്ട ആളുണ്ട്. മൂപ്പര് കണ്ടു. ഉടനെ മൂപ്പര് ഒച്ച വെച്ചു. ഇയാൾ പെട്ടെന്ന് ആ തവാഫിൻ്റെ ഇടയിൽ നിന്ന് രക്ഷപ്പെട്ടു. കാണാൻ സാധിച്ചില്ല, കാരണം തിരക്കാണ്. അവിടുന്ന് രക്ഷപ്പെട്ടാൽ പിന്നെ നമുക്ക് പിന്നാലെ പോകാനൊന്നും പറ്റില്ല. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഈ അങ്ങേയറ്റത്തെ ദൃഷ്ടാന്തങ്ങളുള്ള 1,00,000 പുണ്യം അധികമുള്ള മറ്റു പള്ളികളിൽ വെച്ച് നമസ്കരിക്കുന്നതിൻ്റെ 1,00,000 മടങ്ങാണ് അവിടെ വെച്ച് നമസ്കരിച്ചാൽ. ആരെങ്കിലും അതിൽ പ്രവേശിച്ചാൽ നിർഭയനായി തീർന്നു എന്നൊക്കെ അല്ലാഹു തആല പറഞ്ഞ ഇതേ മസ്ജിദുൽ ഹറാമിൽ റമദാനിലെ അവസാനത്തെ 10 കക്കുന്ന കള്ളന്മാരുണ്ട്. അവർക്കിതൊന്നും ബാധകല്ല, അവർക്കിതൊന്നും ബാധകല്ല. ഈമാനുള്ളവരുടെ കാര്യമാണ് ഈ പറഞ്ഞത്. നബിയും അബൂജഹലും ജീവിച്ചത് ഈ കഅബ ഷരീഫിന്റെ അടുത്ത് തന്നെയുള്ളൂ. ഈ കഅബയിൽ നിന്ന് വെളിപ്പാട് അകലെയാണ് ഇവരുടെയൊക്കെ വീട്, ഈ അബൂജഹലിന്റെ ഒക്കെ വീട്. ഈ ഉത്ബത്ത്, ഷൈബത്ത് മുതലായ ബദറിൽ കൊല്ലപ്പെട്ട കുഫറിന്റെ കോമരങ്ങൾ ജീവിച്ചത് അവിടെ തന്നെയാണ്. പക്ഷെ അവർക്ക് അതുകൊണ്ട് ഫലം ഉണ്ടായിട്ടില്ല.
ഇനി ഈ ദുനിയാവിൽ മാത്രം കാര്യമില്ല, നാളെ മഹ്ശറവൻ സഭയിൽ വലതുഭാഗത്ത് സ്വർഗം, ഇടതുഭാഗത്ത് നരകം, മുൻപിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണയ്ക്ക് വേണ്ടി സിറാത്ത് പാലം നാട്ടപ്പെട്ടിരിക്കുന്നു. ജനകോടികൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണ ചെയ്യുമ്പോൾ നുണ പറയാൻ ശ്രമിക്കുന്നവരാണ് മനുഷ്യർ, കുറ്റവാളികൾ, തെമ്മാടികൾ. അവർക്ക് എന്ത് കഅബ ഷരീഫ്, അല്ലാഹു തആലാന്റെ മുമ്പിൽ. അപ്പോഴാണ് അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം, ഇന്നേ ദിവസം അവരുടെ വായകൾക്ക് നാം സീൽ ചെയ്യുന്നതാണ്. اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون. അങ്ങനെ വായക്കങ്ങ് സീൽ ചെയ്യും. അവരുടെ കൈകൾ കൈ കൊണ്ട് ചെയ്ത തെമ്മാടിത്തങ്ങൾ എന്നോട് പറയും. അവരുടെ കാലുകൾ എന്ത് തെമ്മാടിത്തത്തിന് വേണ്ടിയാണ് നടന്നു പോയത് എന്ന് നമ്മളോട് പറയും. അങ്ങനെ ഓരോ അവയവങ്ങളും ആ അവയവം മുഖേന ചെയ്ത പാപകൃത്യങ്ങളെ കുറിച്ച് നാക്കുകൊണ്ട് ചെയ്ത ഗീബത്ത്, പറഞ്ഞ ഗീബത്ത്, നമീമത്തൊക്കെ പറയും. വായ സീൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യൻ ഉദ്ദേശിക്കുന്നതല്ല പറയാ, അത് പറയാൻ സാധിക്കുകയില്ല, അത് സീൽ ചെയ്യും. എന്നിട്ട് ഈ നാക്ക് കൊണ്ട് പറഞ്ഞ ഗീബത്തും നമീമത്തും, ഇവിടെ ഉണ്ടാക്കിയ ഫസാദ്, ഇവിടെ ഉണ്ടാക്കിയ കള്ളത്തരം, ഇതൊക്കെ നാക്ക് വിളിച്ചു പറയും സ്വന്തം ഇംഗീതത്തിനെതിരെ. ഇപ്പോൾ നമ്മുടെ ഇംഗീതത്തിനനുസരിച്ചാണ് നാം സംസാരിക്കുന്നത്, നാളെ അത് പറ്റുകയില്ല. അപ്പൊ അവിടെ വെച്ച് നുണ പറയാൻ ശ്രമിക്കുന്ന മനുഷ്യൻ, അവർക്ക് ഈ കഅബ ഷരീഫോ അവിടുത്തെ പുണ്യമോ അവിടുത്തെ ദൃഷ്ടാന്തങ്ങളോ അതൊന്നും അവർക്ക് ഏശുകയില്ല. അബൂജഹലിന് ഏശിയിട്ടില്ലല്ലോ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല. മനുഷ്യർക്ക് അല്ലാഹുവിനോട് ഒരു ബാധ്യതയുണ്ട്, കടപ്പാടുണ്ട്. എന്താണത്? ഹിജ്ജുൽ ബൈത്തി, ഈ പരിശുദ്ധ ഭവനം സന്ദർശിക്കുക, ഹജ്ജ് ചെയ്യുക എന്നത്. ഹിജ്ജ് എന്നാൽ സന്ദർശിക്കുക എന്നാണ്. ഹിജ്ജുൽ ബൈത്ത്, പരിശുദ്ധ കഅബ സന്ദർശിക്കുക, ആ പേരാകുന്നു ഹജ്ജിനുള്ളത്. ഈ പരിശുദ്ധ ഭവനം സന്ദർശിക്കുക, ഹജ്ജ് ചെയ്യുക എന്നത് മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുള്ള കടപ്പാടാകുന്നു, ബാധ്യതയാകുന്നു. മൻ ഇസ്തതാഅ ഇലൈഹി സബീല, അങ്ങോട്ട് എത്തിപ്പെടാൻ തടിയാലും മുതലാലും വഴിയാലും എല്ലാം കഴിവുള്ളവർക്ക് അത് ബാധ്യതയാണ്, നിർബന്ധമാണ്. നമ്മുടെ കൂട്ടത്തിൽ ഈ പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ വേണ്ടി സന്നദ്ധരാവുകയും അതിൻ്റെ പണമടക്കുകയും ചെയ്തവരുണ്ട്. ഇപ്പോൾ ഈ ക്ലാസ് ശ്രവിച്ചുകൊണ്ടിരിക്കുന്നവരിൽ ധാരാളം പേർ അങ്ങനെ അതിനുവേണ്ടി പരിശ്രമിച്ചവരാണ്. പക്ഷേ പ്രൈവറ്റ് ഹജ്ജ് ഗ്രൂപ്പിൽ 42,000 പേർക്ക് ഹജ്ജിന് പോകാൻ കഴിയാതെ വന്നപ്പോൾ അവർക്ക് സാധിച്ചില്ല. ഇനി അടുത്ത വർഷം പോകാൻ വേണ്ടി അവർ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ പുതുതായി ഇപ്പോൾ ഈ ക്ലാസ് ശ്രവിച്ചുകൊണ്ടിരിക്കുന്നവർ തന്നെ ഹജ്ജിന് വേണ്ടി അപേക്ഷിച്ച് അവരുടെ അവസരം പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാവർക്കും മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ കർമ്മത്തിന് ശേഷം ഒരു നവജാത ശിശുവിനെ പോലെ പുതുതായി ജനിച്ച യാതൊരു പാപത്തിന്റെ കറയുമേൽക്കാതെ നിഷ്കളങ്ക ഹൃദയത്തോടുകൂടി അവിടെ നിന്ന് തിരിച്ചു വരുന്ന ആ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ കൂട്ടത്തിൽ ഇതുവരെ ഹജ്ജ് ചെയ്യാൻ കഴിയാതിരുന്നവർക്ക് ഹജ്ജ് ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിന് കഴിവുള്ളവർ ഇപ്പോൾ തന്നെ അത് നിയ്യത്ത് ചെയ്യുക. അല്ലാഹു തആല നേർക്ക് നേരെയാണ് ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്ന ശൈലി തന്നെ നോക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വലില്ലാഹി, അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുണ്ട്, അലന്നാസി, ജനങ്ങളിൽ നിന്ന്, ജനങ്ങളുടെ മേൽ അല്ലാഹു തആലക്ക് നൽകേണ്ടതായിട്ടുണ്ട്.
അനുഷ്ഠിക്കേണ്ടതായിട്ടുണ്ട്. ഹിജ്ജുൽ ബൈത്ത്, ഈ പരിശുദ്ധ ഭവനം സന്ദർശിക്കുക എന്നത്. മൻ ഇസ്തതാഅ ഇലൈഹി സബീല, അങ്ങോട്ട് പോകാൻ തടിയാലും മുതലാലും വഴിയാലും എല്ലാം സൗകര്യമുള്ളവർക്ക്. അത് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ നിയത്ത് ചെയ്യുക. അതുപോലെ തന്നെ ഹജ്ജും ഉംറയും നിർവഹിച്ചവരുണ്ടെങ്കിൽ വീണ്ടും ഈ പരിശുദ്ധ കർമ്മങ്ങൾ നിർവഹിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. ഒരു ഹജ്ജ് അടുത്ത ഹജ്ജിന്റെ ഇടയിലുള്ള എല്ലാ പാപങ്ങളുടെയും പരിഹാരമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഒരു ഉംറ അടുത്ത ഉംറക്കുള്ളതിന്റെ ഇടയിലുള്ള എല്ലാ തെറ്റുകുറ്റങ്ങൾക്കും പരിഹാരമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. സാധിക്കുന്നവർ അതിന് പരിശ്രമിക്കുക. ഇനി ഇത് അല്ലാഹു തആല ബാധ്യതയാക്കി, ആയുഷ്കാലത്തിൽ ഒരിക്കൽ നിർബന്ധമാക്കി എന്ന് പറഞ്ഞ ശേഷം വമൻ കഫറ, ഇവിടെ പ്രയോഗിച്ച വാക്ക് നോക്കുക. ഇവിടെ ആരെങ്കിലും ഹജ്ജ് ചെയ്യുന്നില്ലെങ്കിൽ എന്നല്ല പറഞ്ഞത്, വമൻ കഫറ എന്നാണ് പറഞ്ഞത്. ആരെങ്കിലും അള്ളാഹുവിന്റെ ഈ കൽപ്പന ധിക്കരിക്കുന്നുവെങ്കിൽ, ആരെങ്കിലും അനുസരണക്കേട് കാണിക്കുന്നുവെങ്കിൽ, ആരെങ്കിലും നന്ദികേട് കാണിക്കുന്നുവെങ്കിൽ, കുഫർ എന്നാൽ നന്ദികേട് എന്ന് അർത്ഥമുണ്ട്. കാരണം ആരോഗ്യം നൽകി ഹജ്ജിന് പോകാനുള്ള, ധനം നൽകി, സാമ്പത്തിക ശേഷി നൽകി, അവന് പോയി വരാനുള്ള എല്ലാവിധ വഴി സൗകര്യങ്ങളുണ്ട്. വിമാനം മുഖേന പോകാം, ഗൾഫിൽ ജീവിക്കുന്നവരാണെങ്കിൽ റോഡ് മാർഗം പോകാം, ഇനി കപ്പൽ മാർഗം പോകാനുള്ള സൗകര്യമുള്ള നാടുകളുമുണ്ട്. ഇതെല്ലാം ഈ അനുഗ്രഹങ്ങളൊക്കെ അല്ലാഹു തആല നൽകി. പക്ഷെ ഈ അനുഗ്രഹങ്ങളൊന്നും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിന് ശുക്ർ ചെയ്യാതെ നന്ദികേട് കാണിക്കുന്നുവെങ്കിൽ വമൻ ഖഫർ, ആരെങ്കിലും കുഫ്ർ കൈക്കൊള്ളുന്നുവെങ്കിൽ, ഈ ഹജ്ജ് ചെയ്യുന്ന വിഷയത്തിലാണ് ഈ പറയുന്നത്. ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകരിൽ നിന്നെല്ലാം ആശ്രയരഹിതനാകുന്നു. നിങ്ങൾ ലോകരെല്ലാവരും അങ്ങോട്ട് ഹജ്ജിന് പോയില്ല എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് യാതൊരു നഷ്ടവും ഭവിക്കാനില്ല, ഒരു കുറവും വരാനില്ല. ഒരു ഹദീസിൽ, ഖുദ്സിയായ ഹദീസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഒരു വലിയ ഹദീസാണ്, അത് മുഴുവൻ ഞാൻ പറയുന്നില്ല. നിങ്ങളിലുള്ള മനുഷ്യരും ജിന്നുകളും, അതിലാദ്യത്തെവരും അവസാനത്തെവരും എന്ന് വെച്ചാൽ ആദം നബി മുതൽ അവസാനത്തെ മനുഷ്യൻ വരെയുള്ളവരും, ഈ ലോകത്തുള്ള ഏറ്റവും മുത്തഖിയായ ആളുകളെ പോലെ അങ്ങ് ജീവിക്കുക. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെ സകല മനുഷ്യരും ജിന്നുകളും അങ്ങ് ജീവിക്കുകയാണെങ്കിൽ എന്റെ ആധിപത്യത്തിലോ എന്റെ വലിപ്പത്തരത്തിലോ അത് കടുകുമണി വർദ്ധിപ്പിക്കുകയില്ല. അല്ലാഹു തആല അതിന്റെ പേരിൽ വലുതാകുന്നില്ല. അല്ലാഹു തആല അല്ലെങ്കിൽ തന്നെ മുത്തകബ്ബിറാണ്, വലിപ്പത്തരത്തിനുടയവനാണ് അല്ലാഹു തആല സ്വമേധയാ. അപ്പൊ നിങ്ങളെല്ലാവരും അങ്ങ് മുത്തഖീങ്ങളായി, നിങ്ങളെല്ലാം അങ്ങോട്ട് ഹജ്ജ് ചെയ്തു, എന്റെ വലിപ്പത്തരത്തിൽ കടുകുമണി അത് വർധന വരുത്തുകയില്ല. ഇനി നേരെ മറിച്ച് നിങ്ങളുടെ ആദ്യത്തെ ആളും അവസാനത്തെ ആളും മുതൽ എല്ലാവരും ലോകത്തെ ഏറ്റവും തെമ്മാടികളിൽപ്പെട്ട തെമ്മാടിയെ പോലെ, പേര് ഞാൻ പറയുന്നില്ല, നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയ തെമ്മാടിത്തം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ അധികാരികൾ അവരെ പോലെ അങ്ങോട്ട് ആയിത്തീരുകയാണ്, അബൂജഹലിനെ പോലെ ആയിത്തീരുകയാണ്, അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപിനെ പോലെ, അല്ലെങ്കിൽ നെതന്യാഹുവിനെ പോലെ ആയിത്തീരുകയാണ്. തെമ്മാടിത്തം തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ എന്റെ വലിപ്പത്തരത്തിലും എന്റെ ആധിപത്യത്തിലും അതൊരു പണത്തൂക്കം കുറവ് വരുത്തുകയില്ല. അല്ലാഹു തആലക്ക് കുറവ് വരുത്താൻ പോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകരിൽ നിന്നെല്ലാം ആശ്രയരഹിതനാകുന്നു. അപ്പോൾ നിങ്ങൾ ഹജ്ജ് ചെയ്താൽ നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കപ്പെടും. ശുഭ്രവസ്ത്രം പോലെയുള്ള ഹൃദയവുമായി നാളെ അല്ലാഹുവിന്റെ സന്നിധിയിൽ ഒരുമിച്ച് കൂടാം. അല്ലാഹുവിന്റെ മഗ്ഫിറത്തും മർഹമത്തും പൊരുത്തവും നിങ്ങൾക്ക് നേടാം. നാളെ പാരത്രിക ലോകത്ത്, അല്ലാഹുവിന്റെ സ്വർഗലോകത്ത് നിങ്ങൾക്ക് ഒരുമിച്ച് കൂടാം. അതുകൊണ്ട്
ഹജ്ജ് ചെയ്യൽ അല്ലാഹു തആല ലോകരിൽ നിർബന്ധമാക്കിയിരിക്കുന്നു. ഇത് നമ്മൾ പറഞ്ഞു, അഹ്ലി കിതാബുകാരെ മുൻനിർത്തിക്കൊണ്ടാണ് പറയുന്നത്. ഈ ഹജ്ജിന് തുടക്കം കുറിച്ച, ജനങ്ങളെ ഹജ്ജിന് വേണ്ടി വിളിച്ച ഇബ്രാഹിം നബി, ആ ഇബ്രാഹിം നബി മഹാനാണെന്നും മഹാനായ പ്രവാചകനാണെന്നും വിശ്വസിക്കുന്നവരാണ് നിങ്ങൾ ജൂതന്മാരും ക്രിസ്ത്യാനികളും. പിന്നെ എന്താണ് നിങ്ങൾ ഈ പരിശുദ്ധ കഅബയെ അംഗീകരിക്കാത്തത്? എന്താണ് ഈ പരിശുദ്ധ കഅബ ഷരീഫിന്റെ പുണ്യം നിങ്ങൾ അംഗീകരിക്കാത്തത്? നിങ്ങൾ എന്തുകൊണ്ട് ഈ പരിശുദ്ധ കഅബ ഷരീഫ് ഖിബലയായി സ്വീകരിക്കുന്നില്ല? ലോകർക്കാകമാനം അല്ലാഹു തആല ഹിദായത്തിന്റെ കേന്ദ്രമാക്കിയ, ലോകരെ ഒന്നാകെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഹജ്ജിന് വേണ്ടി വിളിച്ചത്. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടിട്ടില്ല, ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല. ഇന്നത്തെ ഈ മുസ്ലിങ്ങൾ അന്നില്ല. ഇബ്രാഹിം നബി 4000 കൊല്ലം മുമ്പാണ് ജീവിച്ചത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് 1400 ചില്ലറ വർഷമേ ആയിട്ടുള്ളൂ. എന്നാൽ ഈ ഇബ്രാഹിം നബിക്ക് ശേഷമാണ് മൂസാ നബി വന്നത്. നിങ്ങൾ മൂസാ നബിയുടെ അനുയായികളല്ലേ എന്നല്ലേ നിങ്ങളുടെ അവകാശവാദം? ഇബ്രാഹിം നബിയുടെ 2000 വർഷങ്ങൾക്ക് ശേഷമാണ് ഈസാ നബി വന്നത്. ഈ ഈസാ നബിയുടെ അനുയായികളാണെന്നാണല്ലേ നിങ്ങളുടെ അവകാശവാദം? നിങ്ങൾ എന്തുകൊണ്ട് ഈ പരിശുദ്ധ കഅബ ഷരീഫിന്റെ പുണ്യം അംഗീകരിക്കുന്നില്ല? ഇബ്രാഹിം നബി പുനർനിർമ്മിച്ചതായിരിക്കെ നിങ്ങൾ എന്തുകൊണ്ട് ഹജ്ജിന് വരുന്നില്ല? ഈ ഇബ്രാഹിം നബിയാണ് ഹജ്ജിന് ആഹ്വാനം ചെയ്തത്, ഹജ്ജിന് തുടക്കം കുറിച്ചത് എന്നിരിക്കെ. എന്ന് മാത്രമല്ല, ഈ കഅബ ഷരീഫ് ഖിബലയായി സ്വീകരിച്ചുകൊണ്ട് അങ്ങോട്ട് തിരിഞ്ഞ് ഫർള് നമസ്കാരം അനുഷ്ഠിച്ചപ്പോൾ നിങ്ങൾ എന്തിനാണ് ബഹളമുണ്ടാക്കുന്നത്? വമ്പിച്ച ബഹളമുണ്ടാക്കി. അക്കാര്യം സൂറത്തുൽ ബഖറയിൽ അനേകം ആയത്തുകളിൽ വിവരിക്കുന്നുണ്ട്. എന്നാൽ അവർ അവരുടെ ഖിബലയായി ഫോളോ ചെയ്യുന്നത് ബൈത്തുൽ മുഖദ്ദിസ് ആണ്, ഫലസ്തീനിലുള്ള. അതിനെക്കുറിച്ച് അബൂദർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അയ്യു മസ്ജിദിൻ ഊദിയ ഫിൽ അർളി അവൽ? അല്ലാഹുവിന്റെ ദൂതരെ, ഈ ഭൂമിയിൽ ഒന്നാമതായി നിർമ്മിക്കപ്പെട്ട പള്ളി, ആരാധനാലയം ഏതാകുന്നു? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ ഹറാം ആകുന്നു ഒന്നാമതായി നിർമ്മിക്കപ്പെട്ടത്. ഖുൽതു, ഞാൻ പിന്നെയും ചോദിച്ചു, സുമ്മ ഐ, മസ്ജിദുൽ ഹറാമിന് ശേഷം ഏതാകുന്നു? ഖാല അൽ മസ്ജിദുൽ അഖ്സ, അത് മസ്ജിദുൽ അഖ്സയാകുന്നു. അപ്പോൾ ഒന്നാമത്തേത് മസ്ജിദുൽ ഹറാം, രണ്ടാമത്തേത് മസ്ജിദുൽ അഖ്സ. അപ്പോൾ അദ്ദേഹം വീണ്ടും ചോദിച്ചു, കം ബൈനഹുമ, ഈ മസ്ജിദുൽ ഹറാമും മസ്ജിദുൽ അഖ്സയും നിർമ്മിച്ചതിനിടയിൽ എത്ര കാലത്തെ ഗ്യാപ്പുണ്ട്? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 40 സന, 40 സംവത്സരങ്ങൾ. അപ്പോൾ മസ്ജിദുൽ ഹറാം നിർമ്മിച്ച് 40 കൊല്ലം കഴിഞ്ഞിട്ടാണ് മസ്ജിദുൽ അഖ്സ നിർമ്മിക്കപ്പെടുന്നത്. മസ്ജിദുൽ ഹറാം നിർമ്മിക്കുന്നത് വല്യാപ്പയായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മസ്ജിദുൽ അഖ്സ നിർമ്മിക്കുന്നത് പേരക്കുട്ടിയായ യാക്കൂബ് നബി അലൈഹിസ്സലാം. ഏതാണ് മേലെ, ഏതാണ് താഴെ? അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചിരിക്കുന്നു, മേലെ മസ്ജിദുൽ ഹറാമാണ്. രണ്ടാമത് മസ്ജിദുൽ ഹറാമുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മസ്ജിദുൽ അഖ്സയാണ്. ഖിബലയുടെ വിഷയത്തിലാണ് ഈ പറഞ്ഞത്. എന്നാൽ പുണ്യത്തിന്റെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടതോടുകൂടി മസ്ജിദുൽ നബവിക്കാണ് പുണ്യത്തിൽ 2ാം സ്ഥാനമുള്ളത്. പഴക്കത്തിൽ മസ്ജിദുൽ അഖ്സയാണെങ്കിലും മസ്ജിദുൽ ഹറാമിൽ വെച്ച് നമസ്കരിക്കുകയാണെങ്കിൽ 1,00,000 മടങ്ങാണ് പുണ്യമെങ്കിൽ, മസ്ജിദുൽ നബവിയിൽ വെച്ച് നമസ്കരിക്കുമ്പോൾ അത് 1000 മടങ്ങാണ്. മസ്ജിദുൽ അഖ്സയിൽ വെച്ച് നമസ്കരിക്കുമ്പോൾ അത് 500 മടങ്ങാണ്. ഈ 3 പള്ളികളാണ് പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് തീർത്ഥാടനം അനുവദിക്കപ്പെട്ടിട്ടുള്ള, തീർത്ഥാടനം പുണ്യകരമായ 3 പള്ളികൾ. നമ്മുടെ കൂട്ടത്തിൽ പലരും അജ്മീറിലേക്കും നാഗോറിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നവരുണ്ട്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളതല്ല. ഞാൻ മുമ്പേ പറയാറുണ്ട്, ആരുടെയും മുഖം നോക്കിയിട്ട് ഞാൻ പറയില്ല, ആരെയും രസിപ്പിക്കാനും പറയില്ല,
ആരെങ്കിലും വെറുപ്പിച്ച് കളയും എന്നതിന്റെ പേരിൽ പറയാതെ ഇരിക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തീർത്ഥാടനം അനുവദിച്ചിട്ടുള്ളത് 1 മസ്ജിദുൽ ഹറാം, 2 മസ്ജിദുൽ നബവി, 3 മസ്ജിദുൽ അഖ്സ. വേറെ ലോകത്തുള്ള സകല പള്ളികളും സമമാണ്. ഏതെങ്കിലും ഒരു പള്ളി, ഏതെങ്കിലും ഒരു ജാറം ലക്ഷ്യമാക്കിക്കൊണ്ട് തീർത്ഥാടനം ചെയ്യാൻ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട സംഗതിയാണ്. ഇവിടെ പരസ്യങ്ങൾ, മുസ്ലിം പ്രസിദ്ധീകരണാലയങ്ങൾ, പണ്ഡിത വേഷധാരികളായ പണ്ഡിതന്മാർ അവർ പ്രസംഗിക്കുകയും പരസ്യം കൊടുക്കുകയും ചെയ്യുന്നത് തീർത്ഥാടനം എന്ന് പറഞ്ഞുകൊണ്ടാണ്. തീർത്ഥാടനം 3 ഉള്ളൂ, 3 സ്ഥലത്തേക്കേ ഉള്ളൂ, അതിനങ്ങേപ്പുറം ഇല്ല. ഇല്ലേ ഇല്ല. നാം അതിൻ്റെ വക്താക്കളാകണം. നാം നമ്മുടെ പ്രമാണം 1 ഖുർആനാണ്, 2 മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. അതിന് വിരുദ്ധമായി ബഹറിൽ മുസല്ല ഇട്ട് നമസ്കരിക്കുന്ന ഒരാൾ പറയുകയാണെങ്കിലും നാം സ്വീകരിക്കാൻ പാടുള്ളതല്ല. ഇനി അല്ലാഹു തആല തുടർന്ന് പറയാണ്, ഖുൽ യാ അഹ്ലൽ കിതാബ്, നബിയെ താങ്കൾ പറയുക, അല്ലയോ വേദക്കാരെ, ലിമ തക്ഫുറൂന ബിആയാത്തില്ലാഹ്, എന്തിനു വേണ്ടിയാണ് നിങ്ങൾ അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ തള്ളിക്കളയുന്നത്, നിഷേധിക്കുന്നത്? ഇതെല്ലാം അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളല്ലേ? പരിശുദ്ധ കഅബ, ആ കഅബ പടുത്തുയർത്തിയ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അവിടെ ഇബ്രാഹിം നബി വിളിച്ച അന്ന് മുതൽ ഇന്ന് വരെ സഹസ്രാബ്ദങ്ങളിലൂടെ ജനകോടികൾ ഹജ്ജ് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്, ഇതെല്ലാം അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളല്ലേ? ലീമ തക്ഫുറൂൻ, എന്തിന്റെ പേരിലാണ് നിങ്ങൾ ഇത് നിഷേധിക്കുന്നത്, നിങ്ങൾ ഇത് തള്ളിക്കളയുന്നത്? വല്ലാഹു ഷഹീദുൻ അലാ മാ തഅമലൂൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതൊക്കെ അറിയുന്നുണ്ട്. ഈ സമീപനങ്ങൾ സ്വീകരിക്കുന്ന ജൂതന്മാരോടും ക്രിസ്ത്യാനികളോടും യഥാർത്ഥത്തിൽ തന്നെ നമ്മൾ ഈ ദീനുൽ ഇസ്ലാമിനോട് പ്രതിബദ്ധത ഉള്ളവരാണെങ്കിൽ, അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരാണെങ്കിൽ, ഇക്കൂട്ടരോട്, ഇവരോട് നാം സ്വീകരിക്കേണ്ട സമീപനം എന്താണ്? അവരെ ആത്മമിത്രങ്ങളായി നാം സ്വീകരിക്കാൻ പാടുണ്ടോ? ആലോചിച്ച് നോക്കുക. പാടില്ല എന്ന് അല്ലാഹു തആല തീർത്ത് പറഞ്ഞിരിക്കുന്നു. സൗഹൃദമാവാം, അത്രമാത്രം. ഖുൽ, നബിയെ താങ്കൾ പറയുക, യാ അഹ്ലൽ കിതാബ്, അല്ലയോ വേദക്കാരെ, ലിമ തസുദ്ദൂന അൻ സബീലില്ലാഹ്, എന്തിന്റെ പേരിലാണ് നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദീനീ പ്രബോധനവുമായി രംഗത്ത് വന്നപ്പോൾ അതിനെ തടയിടുന്ന സമീപനമാണ് അവർ സ്വീകരിച്ചത്. മദീനയിലുള്ള ജൂതഗോത്രങ്ങൾ, നാം അവരെ കുറിച്ച് പറയുകയുണ്ടായി. അവിടെ അങ്ങോട്ട് മുന്നോട്ട് പോയി ഈ ദീനുൽ ഇസ്ലാമിനെ തടയാൻ വേണ്ടി മുന്നോട്ട് വന്നവർ ആരാണ്? നേരത്തെ ഖുറൈശികൾ ഉണ്ടായിരുന്നു, അറബ് മുശ്രിക്ക് ഗോത്രങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ മക്ക വിജയത്തോടുകൂടി മക്കയിലുള്ള ഈ മക്ക മുശ്രിക്കുകൾ എല്ലാവരും ഇസ്ലാം സ്വീകരിച്ചു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നതിന് മുൻപ് ഈ അറബ് ഗോത്രങ്ങളിൽ നിന്ന് പ്രതിനിധി സംഘങ്ങൾ കൂട്ടം കൂട്ടമായി മദീനയിൽ വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പിന്നെ ബൈഅത്ത് ചെയ്യുകയും ഇസ്ലാം സ്വീകരിക്കുകയും അങ്ങനെ ഇസ്ലാമിന്റെ ഭാഗമാവുകയും ചെയ്തു. ഈ ജസീറത്തുൽ അറബ് അഥവാ അറേബ്യ ഉപദ്വീപ്, ഇപ്പോഴത്തെ GCC രാജ്യങ്ങൾ, യമൻ, ഇവിടെയെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറയുന്നതിന് മുൻപ് തന്നെ ഇസ്ലാം സ്വീകരിച്ചു. എന്നാൽ ഈ ദീനിന്റെ മാർഗത്തിൽ തടസ്സമുണ്ടാക്കിക്കൊണ്ട് ഈ ദീൻ പ്രബോധനം ചെയ്യുന്നതിൽ നിന്ന്, ഈ ദീനിൽ ഇസ്ലാം സ്വീകരിക്കുന്നതിൽ നിന്ന് ജനങ്ങളെ തടയാൻ മുന്നോട്ട് വന്നവർ ആരാണ്? പേർഷ്യക്കാർ വന്നു. പക്ഷേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ നാം നേരത്തെ പറഞ്ഞ അശ്റത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട
സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലുള്ള സ്വഹാബി സൈന്യം ചരിത്ര പ്രസിദ്ധമായ ഖാദിസിയ യുദ്ധത്തിൽ വെച്ച് പേർഷ്യ സാമ്രാജ്യത്തെ എന്നേക്കുമായി ഈ ലോകത്ത് നിന്ന് ഷെയ്വ് ചെയ്ത് നീക്കി. അന്നത്തെ പേർഷ്യ ചക്രവർത്തിയെ കൊന്നു. ആ പേർഷ്യ ചക്രവർത്തിയുടെ 3 പെൺകുട്ടികളെ മദീനയിലേക്ക് കൊണ്ടുവന്നു. 3 ഖലീഫമാരെ മക്കൾക്ക് അങ്ങോട്ട് കെട്ടിച്ചു കൊടുത്തു. കേട്ടിട്ടുണ്ടോ ഈ കഥയൊക്കെ ഞങ്ങള്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരുത്തിയെ കെട്ടി, പേർഷ്യ ചക്രവർത്തിയുടെ മകളെ. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഒരു മകളെ കല്യാണം കഴിച്ചു. അതിൽ ജനിച്ച മകനാകുന്നു പ്രസിദ്ധനായ ഇമാം സൈനുൽ ആബിദീൻ ഇബ്ൻ അലി. സൈനുൽ ആബിദീൻ പ്രസിദ്ധനായ ഇമാം. ഈ പറഞ്ഞ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് പേർഷ്യ ചക്രവർത്തി യസ്ദഗ്രിദിന്റെ മകളിൽ പിറന്ന ആളാണ്. ഒരാളെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ് ഒരു മകളെ കല്യാണം കഴിച്ചത്. അതോടുകൂടി അതില്ലാതായി തീർന്നു. എന്നാൽ അന്ന് മുതൽ ഇന്ന് വരെ ഇസ്ലാമിന്റെ മാർഗത്തിൽ തടസ്സം സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത് ക്രിസ്ത്യാനികൾ, അവരോടൊപ്പം ജൂതന്മാരുമുണ്ട്. നബിയുടെ കാലത്ത് തന്നെ അത് തുടങ്ങി. റോമാ ചക്രവർത്തി ഹിറാക്ലിയസിന്റെ നേതൃത്വത്തിൽ 1.5 ലക്ഷം വരുന്ന ഒരു സൈന്യം മദീനയെ തകർക്കാൻ വേണ്ടി, ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സൈന്യത്തെ നയിച്ചുകൊണ്ട് 30,000 വരുന്ന ഒരു സഹാബി സൈന്യത്തെ നയിച്ചുകൊണ്ട് ഈ റോമാ സാമ്രാജ്യത്തിനെതിരെയാണ് പോയത്. അതാണ് സൂറത്തു തൗബയിൽ വിവരിച്ചിട്ടുള്ള തബൂക്ക് യുദ്ധം. സുപ്രസിദ്ധമായ സംഭവമാണ്. പക്ഷേ ഏറ്റുമുട്ടാൻ ഇയാൾ തയ്യാറായില്ല, ഇയാൾ പിൻവാങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളും ആഴ്ചകളോളം അവിടെ ഈ റോമാ അതിർത്തിയിൽ തമ്പടിച്ചു. റോമാ അതിർത്തി എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ സിറിയ, ഫലസ്തീൻ, ജോർദാൻ ആ അതിർത്തിയിലാണ്. കാരണം അതൊക്കെ റോമിന്റെ ഭാഗമാണെന്ന്. ഇന്നത്തെ തുർക്കിയിലെ ഇസ്താംബൂൾ നഗരമാണ് അവരുടെ ക്യാപിറ്റൽ. അങ്ങനെ ആ യുദ്ധം ജയിച്ചു, അഥവാ പിൻവാങ്ങി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പോന്നു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗശയ്യയിൽ കിടക്കുമ്പോൾ വീണ്ടും അവർ യുദ്ധത്തിന് വേണ്ടി മുന്നോട്ട് വരുന്നു എന്നറിഞ്ഞു. അതിൻ്റെ മുൻപ് സെയ്ദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു, ജാഫർ ബിൻ അബീ താലിബ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ബിൻ റവാഹ റളിയല്ലാഹു അൻഹു, ഇവരുടെ നേതൃത്വത്തിൽ ഒരു സംഘത്തെയും സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ റോമാക്കാർക്കെതിരെ അയച്ചിരുന്നു. പ്രസിദ്ധമായ മുഴ്ത്ത യുദ്ധം. 3 പേരും ഷഹീദായി. വലിയ സംഭവമാണ്. അതും ഈ റോമാക്കാർക്കെതിരെയാണ്. അതും അള്ളാഹുവിന്റെ മാർഗത്തിൽ തടസ്സമുണ്ടാക്കാൻ ശ്രമിക്കുമ്പോഴാണ് യുദ്ധമുണ്ടായത്. അത് കഴിഞ്ഞ് പിന്നീട് ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിൽ ഒരു സൈന്യത്തെ റോമാക്കെതിരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുക്കി നിർത്തി. അപ്പോഴാണ് രോഗബാധിതനാകുന്നത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗശയ്യയിൽ കിടക്കുമ്പോൾ ഓഡിയോ ഒന്ന് മ്യൂട്ടാക്കുക. ഉമ്മു ഹാരിസ് ഓഡിയോ മ്യൂട്ടാക്കുക. ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിൽ ഒരു സൈന്യത്തെ ഒരുക്കി നിർത്തി. അവർ മദീനയിൽ നിന്ന് പുറപ്പെടാൻ വേണ്ടി ഒരുങ്ങി ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രോഗബാധ അറിഞ്ഞ് അവരവിടെ വെയിറ്റ് ചെയ്തു, പുറപ്പെട്ടില്ല. നബി വഫാത്തായി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയായി. ആദ്യത്തെ ആക്ഷൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുക്കി നിർത്തിയ റോമക്കാർക്കെതിരെയുള്ള ഈ സൈന്യത്തെ അയക്കാനായിരുന്നു. അന്ന് മുതൽ ആ യുദ്ധം തുടരുന്നുണ്ട്. ഇന്നും ആ റോമിന്റെ ബാക്കി പത്രമായ പാശ്ചാത്യരാകുന്നു ഇസ്ലാമിന്റെ മാർഗത്തിൽ തടസ്സം സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത്. അവരുടെ പിൻബലത്തോടും അവരുടെ ആയുധത്തോടും അവരുടെ സമ്പത്തോടും കൂടിയാണ് ഈ ഇസ്രായേൽ തെമ്മാടികൾ ഈ മുസ്ലിം രാജ്യങ്ങൾ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത്. നബിയുടെ കാലത്ത് തുടങ്ങിയതാണ്, ഇന്നും തുടരുന്നു. അവരോടുള്ള നമ്മുടെ സമീപനം എന്തായിരിക്കണം? ഈ ആയത്തുകളിൽ നിന്ന് നാം മനസ്സിലാക്കണം. ഈ ആയത്തുകൾ നമുക്ക് നൽകുന്ന സന്ദേശമായിരിക്കണം അവരോടുള്ള നമ്മുടെ സമീപനം. ലീമ തസുദ്ദൂന അൻ സബീലില്ലാഹ്, എന്തിനാണ് നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയുന്നത്? മൻ ആമന തബ്ഗൂനഹാ ഇവജൻ,
നിങ്ങൾ അതിനെ വക്രീകരിക്കാൻ ശ്രമിക്കുന്നു. ഈ ദീനുൽ ഇസ്ലാമിനെ, പവിത്രമായ മനുഷ്യ സമൂഹത്തിന്റെ നേർമാർഗത്തിലുള്ള ജീവിതത്തിന് അവർക്ക് ശാന്തിയും സമാധാനവും നൽകുന്ന ഈ ദീനിനെ നിങ്ങൾ എന്തിനാണ് വക്രീകരിക്കാൻ ശ്രമിക്കുന്നത്? തബ്ഗൂനഹ ഇവജ, അതിനെ നിങ്ങൾ വക്രമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഓറിയന്റലിസ്റ്റുകൾ എന്ന ഒരു വിഭാഗത്തെ തന്നെ അവർ വാർത്തെടുത്തിട്ടുണ്ട്. എന്താണ് ഓറിയന്റലിസ്റ്റുകൾ? അവർ പരിശുദ്ധ ഖുർആൻ പഠിക്കും, അറബി ഭാഷയും പഠിക്കും. ഒരു പക്ഷേ അറബികളെ പോലെ അതിനേക്കാൾ നന്നായി അറബി സംസാരിക്കും. അതിനുവേണ്ടി അവരുടെ യൂണിവേഴ്സിറ്റികളിലൊക്കെ പ്രത്യേക വിഭാഗങ്ങൾ. എന്നിട്ട് ഖുർആനും നബി സുന്നത്തൊക്കെ പഠിച്ചിട്ട് അതിനെ വക്രീകരിച്ചുകൊണ്ട് അവർ ഗ്രന്ഥങ്ങൾ രചിക്കും, ലേഖനങ്ങൾ എഴുതും, പ്രചരണം നടത്തും. ക്രൈസ്തവ മെഷീനറികളിലൂടെ മുസ്ലിം ലോകത്ത് അവർ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കേരളത്തിലും അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ചിലരൊക്കെ മുർത്തദ്ദികളായിട്ടുണ്ട്. ഒരു ഫാദർ അലവിയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇപ്പൊ അടുത്ത് വേറൊരാൾ, ഇവിടെ തിരുവങ്ങാടിക്കാരനായ ഒരാൾ ഇങ്ങനെ പിന്നെ നസ്രാണിയായിട്ട് ഫാദറായിട്ട്, അയാൾ ഇപ്പം അയർലൻഡിലാണ് പോലും. അങ്ങനെ ഒരാള് പിന്നെ ഈ ഇസ്ലാമിനെതിരെ രംഗത്ത് വരികയാണെങ്കിൽ, അത് മുസ്ലിം നാമധാരി ആയിരുന്നെങ്കിൽ പിന്നെ അവർക്ക് പ്രത്യേകമായ ആനുകൂല്യങ്ങളും സഹായങ്ങളും ഒക്കെ കൊടുക്കും. അവർക്ക് പാശ്ചാത്യ ലോകത്ത് പൗരത്വം കൊടുക്കും. അങ്ങനെ അയർലൻഡിലാണ് ഇപ്പൊ ഈ കക്ഷിയുള്ളത് എന്നാ പറഞ്ഞത്. എന്നിട്ട് അവർ മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥ നന്നായിട്ട് അറിയാലോ, ഇന്ന് പുറത്തേക്കാണ് വരുന്നത്. എന്നിട്ട് മുസ്ലിങ്ങളെ വഴി കഴിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇന്നും. ഇതാണ് അല്ലാഹു തആല ചോദിക്കുന്നത്. ലിമ തസുദ്ദൂന അൻ സബീലില്ലാഹി മൻ ആമന തബ്ഗൂനഹ ഇവജ. ഇതിൽ വിശ്വസിച്ച് കഴിഞ്ഞവരെ പോലും തെറ്റിക്കാനും ഇതിനെ വക്രീകരിക്കാനും നിങ്ങൾ എന്തിനാണ് ശ്രമിക്കുന്നത്? വഅൻതും ശുഹദാ, നിങ്ങൾ സാക്ഷികളായിരിക്കെ. ഇപ്പൊ ഈ പറഞ്ഞ ഇബ്രാഹിം നബിയെക്കുറിച്ചും കഅബയെക്കുറിച്ചും അതിൻ്റെ ചരിത്രത്തെക്കുറിച്ചും എല്ലാം നിങ്ങൾക്കറിയാം. ഇതൊക്കെ എല്ലാ ഭേദഗതികൾക്കും അതീതമായി ഇന്ന് നിലകൊള്ളുന്ന ബൈബിളിൽ തന്നെയും അതിൻ്റെ സൂചനകളുണ്ട്. വഅൻതും ശുഹദാ, വ്യക്തമായി സാക്ഷികളായിരിക്കെ നിങ്ങൾ എന്തിനാണ് ഈ പണി ചെയ്യുന്നത്? വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ, ഒരു കടുത്ത താക്കീതാണ്. നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് അല്ലാഹു തആല അശ്രദ്ധനല്ല, അല്ലാഹു തആല ഗാഫിലല്ല, നല്ല പോലെ ഓർത്തുകൊള്ളുക. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഇൻ തുതീഉ ഫരീഖൻ മിനല്ലദീന ഊതുൽ കിതാബ്, നിങ്ങളെങ്ങാനും ഈ അഹ്ലു കിതാബുകാരിൽ ഒരു വിഭാഗത്തെ പിന്തുടരുകയാണെങ്കിൽ, അവർ പറയുന്നത് കേൾക്കുകയാണെങ്കിൽ, അവരെ ഫോളോ ചെയ്തുകൊണ്ട് നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ, ഇപ്പോൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക. കേവലം 10-15 ദിവസം മുൻപാണ് ഖത്തറിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ആ ആക്രമണം നടത്തിയ ഇസ്രായേലിനെ പിന്തുണക്കാനും ഇസ്രായേൽ ഇപ്പോൾ ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം കുരുതിക്ക് സപ്പോർട്ട് ചെയ്യാനും വാഷിങ്ടണിൽ നിന്ന് ഇസ്രായേലിൽ പറന്നു വന്ന് അവർക്ക് പിന്തുണ വാഗ്ദാനം ചെയ്ത് അങ്ങനെ ഇങ്ങോട്ട് പോകുന്ന അമേരിക്കൻ സെക്രട്ടറി, എന്താ അയാളെ പേര് ഇപ്പൊ എനിക്ക് ഓർമ്മ വരുന്നില്ല, അമേരിക്കൻ സെക്രട്ടറി ഇപ്പോഴുള്ള ഇയാളിപ്പം മിനിയാന്ന് ഖത്തറിൽ വന്നിട്ട് ഖത്തർ അമീർ അയാളുമായി കരാറിൽ ഒപ്പിട്ടു. എന്താ കരാറ്? ഖത്തറിന്റെ സംരക്ഷണം അമേരിക്കയെ ഏൽപ്പിച്ചുകൊണ്ട് സുരക്ഷാ കരാർ. കോഴിയുടെ സുരക്ഷിതത്വം കുറുക്കനെ ഏൽപ്പിച്ചാൽ എങ്ങനെ ഉണ്ടാവും? കോഴിയുടെ സംരക്ഷണം, കോഴിക്കൂടിന്റെ താക്കോല് കുറുക്കന് കൊടുക്കുക, എന്നിട്ട് ഈ കോഴികളുടെ സംരക്ഷണം കുറുക്കനെ ഏൽപ്പിക്കുക, എങ്ങനെ ഉണ്ടാവും? ഈ അസംബന്ധമാണ് ഈ ഖത്തർ ഇപ്പോൾ ഈ ചെയ്തത്. ഇമാതിരി അസംബന്ധങ്ങളാണ് മുസ്ലിം സമൂഹത്തിന്റെ, മുസ്ലിം രാജ്യങ്ങളുടെ ഭരണം കൈയാളുന്ന പല ഭരണാധികാരികളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഇൻ തുതീഉ ഫരീഖൻ മിനൽ ഊതുൽ കിതാബ്, നിങ്ങൾ അഹ്ലു കിതാബുകാരിൽ ഒരു വിഭാഗത്തെ പിന്തുടരുന്നുവെങ്കിൽ, അതല്ല പേ ചെയ്തത് അമേരിക്കാരാ. 97% നസ്രാണികളാ, 3% മുസ്ലിങ്ങൾ. ജൂതന്മാര് വളരെ കുറഞ്ഞ ശതമാനമേ ഉള്ളൂ.
കൃത്യമായ ശതമാനം ഞാൻ ഓർക്കുന്നില്ല, ഏതായാലും ഒരു 3-4% കൂടുതലില്ല. ബാക്കി മുഴുവൻ ക്രിസ്ത്യാനികളാണ്. മൃഗീയ ഭൂരിപക്ഷം ഈ അഹ്ലു കിതാബ്. നിങ്ങൾ അവരെ ഫോളോ ചെയ്യരുത്, അവരെ വിശ്വസിക്കരുത്, അവരെ ആത്മമിത്രങ്ങളായി സ്വീകരിക്കരുത് എന്ന് പറഞ്ഞ ഇതേ കൂട്ടരെയാണ്, ഈ കുറുക്കന്മാരെയാണ് കോഴിയുടെ സംരക്ഷണം ഏൽപ്പിച്ചുകൊണ്ട് കരാർ ഒപ്പിടുന്നത്. അല്ലാഹു തആല പറഞ്ഞതിന്റെ നേരെ വിപരീതം. എന്നാൽ യഥാർത്ഥത്തിൽ തന്നെ മുസ്ലിം സമൂഹം എടുക്കേണ്ട നിലപാടുകളെ കുറിച്ച് ഈ 4 ദിവസം മുമ്പ് നടന്ന അറബ് മുസ്ലിം രാജ്യങ്ങളുടെ ആ സംയുക്ത സമ്മേളനം ഖത്തറിൽ തന്നെയാണ് നടന്നത്. അതിൽ നേർക്ക് നേരെ രാജ്യത്തിന്റെ ഭരണാധികാരികളാണ് പങ്കെടുത്തത്. അപൂർവം ചില രാജ്യങ്ങളുടെ മാത്രം പ്രതിനിധികൾ പങ്കെടുത്തു, ബാക്കിയൊക്കെ ഭരണാധികാരികൾ തന്നെ. തുർക്കിയുടെ പ്രസിഡന്റ് നജിമുദ്ദീൻ ഉർദുഖാൻ, പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്, ഇറാൻ പ്രധാനമന്ത്രി, അതുപോലെ തന്നെ ഇറാഖിന്റെ പ്രധാനമന്ത്രി, ഈജിപ്തിന്റെ പ്രസിഡന്റ്, ഓരോ രാജ്യത്തിന്റെയും പരമോന്നത ഭരണാധികാരികളാണ് അതിൽ പങ്കെടുത്തത്. എന്നിട്ട് ഈ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ നിന്ന് മുസ്ലിം രാജ്യങ്ങളെ രക്ഷിക്കാൻ, പ്രത്യേകിച്ച് ഈ ഫലസ്തീനി വിമോചനത്തിന് വേണ്ടി, ഫലസ്തീനിലെ കൂട്ടക്കുരുതി അവസാനിപ്പിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യണമെന്ന് അവർ ചർച്ച ചെയ്തു. എന്നാൽ ശരിയായ ദിശയിലേക്ക് ചുവട് വെക്കുന്ന നിർദ്ദേശങ്ങൾ പ്രമുഖ മുസ്ലിം രാജ്യങ്ങളുടെ ഭരണാധികാരികൾ വെച്ചു. അതിലൊന്ന് തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് ഉർദുഖാൻ ആയിരുന്നു. 2 ഇറാൻ പ്രസിഡന്റ് ആയിരുന്നു. 3 പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിരുന്നു. മലേഷ്യൻ പ്രധാനമന്ത്രിയായിരുന്നു. ഈ പറയുന്നതൊക്കെ മുസ്ലിം രാജ്യങ്ങളുടെ കൂട്ടത്തിൽ തലയെടുപ്പുള്ള, അത്യാവശ്യം താക്കത്തുള്ള രാജ്യങ്ങളാണ്. അവരൊക്കെ നിർദ്ദേശിച്ചത് നാം മുൻകഴിഞ്ഞ ക്ലാസ്സുകളിൽ പലവട്ടം സൂചിപ്പിച്ചതുപോലെ നാറ്റോ എന്നതുപോലെ, നാറ്റോ എന്ന സൈനിക സഖ്യം പോലെ മുസ്ലിം അറബ് രാജ്യങ്ങളുടെ സൈനിക സഖ്യം ഉണ്ടാക്കണം. എങ്കിൽ മാത്രമേ പ്രതിരോധിക്കാൻ മാത്രമല്ല നമുക്ക് സ്വയം സുരക്ഷിതത്വം ഒരുക്കാനും സാധിക്കുകയുള്ളൂ എന്ന് അവർ പറയുകയുണ്ടായി. ഒരു സമൂർത്തമായ തീരുമാനത്തിൽ എത്തിയിട്ടില്ല എന്നത് ശരിയാണ്. പക്ഷേ ആ സമ്മേളനത്തിലെ നിർദ്ദേശങ്ങൾ ആശാവഹമാണ്. ഇത്രയും രാജ്യങ്ങളുടെ ഒരു തീരുമാനം ഒരു സുപ്രഭാതത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുക വയ്യ. പക്ഷേ ശരിയായ പാതയിലേക്കുള്ള ചുവടുവെപ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി അതൊരു മൂർത്ത രൂപം പ്രാപിക്കുകയേ വേണ്ടൂ. അത് അതിവിദൂരമല്ലാത്ത ഭാവിയിൽ സംഭവിക്കും എന്ന് നാം വിശ്വസിച്ചേ തീരൂ. കാരണം പരിശുദ്ധ ഖുർആനിന്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ പ്രവചനങ്ങളിൽ നടക്കേണ്ട ഒരു സംഗതിയുണ്ട്. അത് ഈ ഇസ്രായേലിന്റെ അവസാനമാണ്, ഈ ജൂതന്മാരുടെ കശാപ്പാണ്. അത് നടക്കണമെങ്കിൽ ഈ യോഗത്തിൽ നിർദ്ദേശിക്കപ്പെട്ട കാര്യങ്ങൾ അതിന് ജീവൻ വെക്കുകയും അതിന് സമൂർത്തമായ ഒരു രൂപം ഉണ്ടാകുകയും ചെയ്യേണ്ടതുണ്ട്. ആ മാർഗത്തിൽ ചുവടുവെപ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നതിൽ നാം സന്തോഷിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് അത് യാഥാർത്ഥ്യമാക്കി തീർക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെ ജീവിതകാലത്ത് തന്നെ അത് കാണാനും അനുഭവിക്കാനും അങ്ങനെ സന്തോഷത്തോടുകൂടി ഈ ലോകത്ത് നിന്ന് വിട പറയാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ അല്ലാഹു ഇത് അവസാനത്തെ ആയത്താണ് നാം ഇന്ന് വിവരിക്കുന്നത്. സത്യവിശ്വാസികളെ, നിങ്ങൾ അഹ്ലി കിതാബുകാരിൽ ഒരു വിഭാഗത്തെ ഫോളോ ചെയ്യരുത്. എന്താണ് ഫോളോ ചെയ്താലുള്ള കുഴപ്പം? യറുദ്ദൂക്കും ബഅദ ഈമാനിക്കും കാഫിരീൻ. അവർ നിങ്ങൾ ഈമാൻ കൈക്കൊണ്ട ശേഷം, മുസ്ലിങ്ങളായി കഴിഞ്ഞ ശേഷം നിങ്ങളെ കാഫിരീങ്ങളാക്കി, നിങ്ങളെ മുർത്തദ്ദുകളാക്കുന്നതാണ്. അപ്പോൾ സ്വർഗത്തിന്റെ വഴിയിലുള്ള നാം നരകത്തിന്റെ വഴിയിലേക്ക് പോകും. അങ്ങോട്ട് കൊണ്ടുപോവുകയാണ് അവർ ചെയ്യുക, അവരെ ഫോളോ ചെയ്താൽ.
അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇതോടുകൂടി നാം ഈ സൂറത്ത് ആല ഇമ്രാന്റെ 100 ആയത്തുകൾ ഒരുവിധം ആശയം വിവരിച്ചിട്ടുണ്ട്. പൂർണ്ണമായി തഫ്സീർ ഇബ്നു കസീറൊക്കെ അവലംബിച്ചുകൊണ്ട് വിവരിക്കുകയാണെങ്കിൽ 100 ആയത്ത് വിവരിക്കാൻ ചുരുങ്ങിയത് 6 മാസം എടുക്കും. ഇനി ഇൻഷാ അല്ലാഹു തആല അടുത്ത വെള്ളിയാഴ്ച സ്റ്റഡി ലീവാണ്. പുരുഷന്മാരെ കുറിച്ചാണ് ഈ പറയുന്നത്. സ്ത്രീകളുടെ മത്സരം നവംബറിലാണ്, അവർക്ക് ധാരാളം സമയമുണ്ട്. അടുത്ത വെള്ളിയാഴ്ച സ്റ്റഡി ലീവാണ്. അതിനുശേഷമുള്ള ഒക്ടോബർ 3-ാം തീയതി വെള്ളിയാഴ്ച ഇൻഷാ അല്ലാഹ് നമ്മുടെ പുരുഷന്മാരുടെ ക്വിസ് പ്രോഗ്രാം നടക്കും. അതിൽ സ്ത്രീകൾ കൂടി പങ്കെടുക്കുക. ഇനി അങ്ങോട്ട് 15 ദിവസം തഫ്സീർ, പരിശുദ്ധ ഖുർആൻ തഫ്സീറുമായുള്ള നിരന്തര സമ്പർക്കത്തിലൂടെ ഈ ആയത്തുകളുടെ ആശയം പരമാവധി ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധ ഖുർആൻ പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനും അത് മുഖേന ഖൈറുക്കും, നിങ്ങളിൽ ഏറ്റവും ഉത്തമന്മാർ എന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ കൂട്ടത്തിൽ ഉൾപ്പെടാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആന്റെ ആളുകൾ അള്ളാഹുവിന്റെ അഹ്ലുകാരാണ് എന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ അള്ളാഹുവിന്റെ അഹ്ലുകാരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ വേറൊരു കാര്യം, ഇന്നത്തോടുകൂടി കുവൈത്തിലെ സുബ്ഹിയുടെ സമയം വളരെ മാറിയത് കൊണ്ട് ഇന്ന് തുടങ്ങിയ ഇന്ത്യൻ സമയം 7:15 ഇനി ക്ലാസ് തുടങ്ങാൻ സാധിക്കുകയില്ല. മറിച്ച് നമ്മുടെ ക്വിസ് പ്രോഗ്രാം ഇന്ത്യൻ സമയം 7:30 ആരംഭിക്കുക എന്നറിയിക്കുകയാണ് ഗ്രൂപ്പിലൂടെ. ഇൻഷാ അല്ലാഹ് റമീസ് സാഹിബ് അത് വീണ്ടും ഓർമ്മിപ്പിക്കുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും وعليكم السلام ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته.